നമസ്കാരം. മാസ്റ്റർ കീയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട കുറച്ച് +2 ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. നോക്കാമേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി സൂചിപ്പിക്കുന്നത് എന്താണ്? പദം എന്താണ്? ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി സൂചിപ്പിക്കുന്നത് എന്താണ്? ഈ പദം സൂചിപ്പിക്കുന്നത് എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ജൈവവൈവിധ്യം ഭൂമധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് കുറയുന്നു. ഓപ്ഷൻ ബി, ജൈവവൈവിധ്യം ധ്രുവങ്ങളിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് കുറയുന്നു. മിതോഷ്ണ മേഖലയിൽ മാത്രം ജൈവവൈവിധ്യം കാണുന്നു. ജൈവവൈവിധ്യം എല്ലാ പ്രദേശങ്ങളിലും തുല്യമായി കാണപ്പെടുന്നു. എന്നിങ്ങനെ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ എന്താണ് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂമധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് പോകും തോറും ജൈവവൈവിധ്യം കുറയുന്നു എന്നാണ്. ഭൂമധ്യരേഖയിലാണ് എന്ത് ധാരാളം, അതായത് ധ്രുവങ്ങളെ അപേക്ഷിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, സസ്യജന്തുജാലങ്ങൾ ധാരാളമായിട്ട് കാണപ്പെടുന്നത് അല്ലേ, അവയിൽ വൈവിധ്യങ്ങൾ ധാരാളമായിട്ട് നമ്മൾ കാണപ്പെടുന്നത്. ഇത് എന്താണ്, ഭൂമധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് പോകും തോറും എന്ത് ചെയ്യും, വൈവിധ്യം കുറഞ്ഞു വരുന്നുണ്ട് എന്നതിനെ കാണിക്കുന്ന പദമാണ് ഏത്, ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് ഓർത്തു വെച്ചിരിക്കണം. അപ്പോൾ ഓപ്ഷൻ എ ആണ്, ജൈവവൈവിധ്യം ഭൂമധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യുന്നു, കുറയുന്നു എന്ന് ഓർത്തു വെച്ചിരിക്കണം. ഞാൻ നോക്കൂ, ഭൂമധ്യരേഖയോട് അടുക്കും തോറും ജൈവവൈവിധ്യം വർദ്ധിക്കുമെന്ന നിരീക്ഷണത്തെയും, എവിടത്തേക്കാണ്, ഭൂമധ്യരേഖയോട് അടുക്കും തോറും ജൈവവൈവിധ്യം വർദ്ധിക്കുമെന്ന നിരീക്ഷണത്തെയാണ് ജൈവവൈവിധ്യത്തിന്റെ അക്ഷാംശ ഗ്രേഡിയന്റ് സൂചിപ്പിക്കുന്നത്. അതായത് എന്താണ്, വേറെ ഒന്നുമില്ല, എന്താണ്, ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലാണ് ജൈവവൈവിധ്യം ധാരാളമായിട്ടുള്ളത്. ഇനി വിവിധ ജീവജാലങ്ങൾ ഈ പാറ്റേൺ എന്ത് ചെയ്യുന്നുണ്ട്, പ്രകടമാണ്. അതായത് ധ്രുവങ്ങൾക്ക് സമീപമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ സാധാരണയായി കൂടുതൽ ജീവിവർഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വസിക്കുന്നുണ്ട് ഇല്ലേ. സിംപിളി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതിലെ ധ്രുവങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് ധ്രുവങ്ങളിലുള്ള മൃഗങ്ങളുടെ എണ്ണം എടുക്കുമ്പോൾ എന്താണ്, വളരെ കുറച്ചാണ് അല്ലേ. അത് മാത്രമല്ല, പക്ഷെ നമ്മൾ എന്താണ്, ഭൂമധ്യരേഖയോട് അടുപ്പിച്ച് അല്ലെങ്കിൽ എന്താണ്, ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലേക്ക് വരുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്, വൈവിധ്യങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. അത് സസ്യമാവട്ടെ, ജന്തു ആവട്ടെ, എന്താവട്ടെ ഇല്ലേ. അപ്പൊ നോക്കാം. അപ്പൊ ആ പദം ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം, അത് എന്താണ് പറയുന്നതെന്നും ഓർത്ത് വെച്ചിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ടോപ്പോഗ്രാഫിക് മാപ്പുകളിലെ കോണ്ടൂർ രേഖകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ഇവിടെ കോണ്ടൂർ രേഖയുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത് അല്ലേ. നോക്കാം. ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളാണിവ എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. കോണ്ടൂർ രേഖ എന്നാൽ എന്താണ്, ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രേഖ എന്നാണെന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള അകലം കുറവാണെങ്കിൽ, അതായത് എന്താണ്, അത് അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു ചെങ്കുത്തായ ചരിവിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പൊ കോണ്ടൂർ രേഖകൾ, ഇവിടെ ഒരു കോണ്ടൂർ രേഖയും ഇവിടെ ഒരു കോണ്ടൂർ രേഖയുണ്ട്, ഇവ തമ്മിലുള്ള അകലം അകലം കുറവാണ് എങ്കിൽ എന്താണ്, ഒരു ചെങ്കുത്തായ ഒരു ചരിവിനെയാണ് അവിടെ കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. തേർഡ് വൺ, ഒരു കുന്നിനെ പ്രതിനിധീകരിക്കുന്ന കോണ്ടൂർ രേഖ ഉള്ളിലേക്ക് പോകുന്തോറും അവയുടെ മൂല്യം കുറഞ്ഞു വരുന്നു എന്നിങ്ങനെ 3 സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ചോദ്യം എന്താണ്, ഇതിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന രേഖകളാണ് എന്ത്, കോണ്ടൂർ രേഖകൾ എന്നല്ലേ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളാണ് എന്ത്, കോണ്ടൂർ രേഖകൾ. കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള അകലം കുറവാണെങ്കിൽ, അത് കുത്തനെയുള്ള ചരിവിനെയാണ് എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത് എന്നതുകൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കണം. ഇതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെന്താണ്, കുന്നിനെ പ്രതിനിധീകരിക്കുന്ന കോണ്ടൂർ രേഖകൾ ഉള്ളിലേക്ക് പോകുന്തോറും മൂല്യം എന്ത് ചെയ്യുന്നു, കൂടിയാണ് വരുന്നത്, കുറഞ്ഞല്ല വരുന്നത്. അതുകൊണ്ട് അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് ശരി, 1ഉം 2ഉം എയും എ ആണെന്ത് ശരി ഉത്തരമായി വരുന്നത്. 1, 2 എന്നിവ മാത്രമാണ് എന്ത് ശരിയായ സ്റ്റേറ്റ്മെന്റുകൾ എന്ന് ഓർത്തു വെച്ചിരിക്കണം. നോക്കാം. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളാണ് എന്ത്, കോണ്ടൂർ രേഖകൾ എന്ന് പറയുന്നത്. ഒരു പ്രദേശത്തിന്റെ ഭൂപ്രകൃതി കോണ്ടൂർ രേഖകൾ ഉപയോഗിച്ച് കാണിക്കുന്ന ഭൂപടത്തെ നമുക്ക് കോണ്ടൂർ മാപ്പ് എന്ന് പറയാം. ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകളിലാണ് എന്ത്, ഭൂമിശാസ്ത്രപരമായ മാപ്പുകളിലാണ് കോണ്ടൂർ കാണപ്പെടുന്നത്. ഈ മാപ്പുകളിലെ കോണ്ടൂർ രേഖ അടയാളപ്പെടുത്തിയിരിക്കുന്ന മാപ്പുകളെ നമുക്ക് കോണ്ടൂർ മാപ്പുകളൊന്നും എന്ത് ചെയ്യാം, വിളിക്കാം, ഓർത്തു വെച്ചിരിക്കണം. കോണ്ടൂർ IR ലൈനുകളുടെ അടിസ്ഥാന പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് കോണ്ടൂർ രേഖകളുടെ അടിസ്ഥാന പ്രത്യേകതകൾ. തുല്യ ഉയരമുള്ള സ്ഥലങ്ങളെ കാണിക്കുന്നതിനായി ഒരു കോണ്ടൂർ ലൈൻ വരയ്ക്കുന്നു, ശരിയാണ്. കോണ്ടൂർ ലൈനുകളും അവയുടെ ആകൃതിയും ലാൻഡ് ഫോമിന്റെ ഉയരം, ചരിവ്
അല്ലെങ്കിൽ ഗ്രേഡിയന്റ് എന്നിവയെ പ്രതിനിധീകരിക്കുന്നു കേട്ടോ. അപ്പം ഒരു കോണ്ടൂർ ലൈനിന്റെ ആകൃതിയൊക്കെ എന്തിനെ പ്രതിനിധീകരിച്ചായിരിക്കും? ആ സ്ഥലത്തിന്റെ ഉയരത്തെയും ചരിവിനെയൊക്കെ പ്രതിനിധീകരിച്ചായിരിക്കും കൊടുക്കുന്നത് എന്ന് ഓർത്ത് വെച്ചിരിക്കണം. തേർഡ് പോയിന്റ് നോക്കിയേ, അടുത്ത അകലത്തിലുള്ള രൂപരേഖകൾ കുത്തനെയുള്ള ചരിവുകളെയാണ് പ്രതിനിധീകരിക്കുന്നത്. നമ്മൾ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു അല്ലേ, അകലം കുറഞ്ഞിട്ടുള്ള ഇവ തമ്മിലുള്ള അകലം കുറവാണെങ്കിൽ അവിടെ ഒരു കുത്തനെയുള്ള ചരിവാണ് എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. അതേസമയം വിശാലമായ അകലത്തിലുള്ള രൂപരേഖകൾ നേരിയ ചരിവുകളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പൊ രണ്ട് കോണ്ടൂർ ലൈൻസിനിടയിലുള്ള അകലം കുറവാണെങ്കിൽ അവിടെ കുത്തനെയുള്ള ചരിവും, അകലം കൂടുതലാണെങ്കിൽ നേരിയ ചരിവുമായിരിക്കും അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് ഓർത്തു വെച്ചിരിക്കണം. രണ്ടോ അതിലധികമോ കോണ്ടൂർ ലൈനുകൾ പരസ്പരം ലയിക്കുമ്പോൾ അവ പാറക്കെട്ടുകൾ അല്ലെങ്കിൽ വെള്ളച്ചാട്ടങ്ങൾ പോലെയുള്ള ലംബ ചരിവുകളുടെ സവിശേഷതകളെ പ്രതിനിധീകരിച്ചായിരിക്കും കാണുന്നത് എന്നുകൂടി ഒന്ന് ഓർത്തു വച്ചിരിക്കണം. വ്യത്യസ്ത ഉയരത്തിലുള്ള രണ്ട് രൂപരേഖകൾ സാധാരണയായി പരസ്പരം മുറിച്ച് കടക്കില്ല. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഓർത്തു വെച്ചിരിക്കണം. വ്യത്യസ്ത ഉയരത്തിലുള്ള രണ്ട് രൂപരേഖകൾ അല്ലെങ്കിൽ രണ്ട് കോണ്ടൂർ ലൈനുകൾ എന്ത് ചെയ്യാറില്ല, പരസ്പരം മുറിച്ചു കടക്കാറില്ല എന്നുകൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ സംബന്ധിച്ച് വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ അവയെ ശരിയായ ക്രമത്തിൽ കൂടുതൽ വിസ്തൃതിയിൽ നിന്നും കുറഞ്ഞതിലേക്ക് ക്രമീകരിക്കുക. അപ്പൊ കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് അല്ലേ. കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായി അവ എത്ര തട്ടുകളായിട്ട് തരംതിരിക്കുന്നു, അല്ലെങ്കിൽ അവയെ എത്രയായിട്ട് നമുക്ക് തരംതിരിക്കാം, അതാണ് ചോദിച്ചിരിക്കുന്നത്. വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ഇവയെ നമുക്ക് ശരിയായ ക്രമത്തിൽ കൂടുതൽ വിസ്തൃതിയിൽ നിന്നും കുറഞ്ഞ വിസ്തൃതിയിലേക്ക് എങ്ങനെ കണക്കാക്കാം. അപ്പോൾ ഏറ്റവും കേരളത്തിന്റെ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ഭൂമിശാസ്ത്രപരമായി നമ്മൾ ഇവയെ മൂന്നായി തരംതിരിക്കാറുണ്ട് അല്ലേ. മലനാട്, ഇടനാട്, തീരപ്രദേശം. എന്താണ് മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെയാണ് മൂന്നായി തരംതിരിക്കുന്നത്. ഏറ്റവും വിസ്തൃതമായ പ്രദേശം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രദേശം അടങ്ങിയിരിക്കുന്നത് എവിടെയാണ്, മലനാടാണ് എന്ന് ഓർത്തു വെച്ചിരിക്കണം. പിന്നെ കുറച്ച് പ്രദേശം ഇടനാട്, പിന്നെ തീരപ്രദേശമാണ് നമുക്ക് വളരെയധികം കുറവായിട്ടുള്ളത് അല്ലേ. തീരപ്രദേശം വളരെ കുറവായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഓപ്ഷൻ എ മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇനി നമുക്ക് ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിലോ, സമുദ്ര നിരപ്പിന്റെ ഉയരത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലോ സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ ഉയരം വരെ നമുക്ക് എന്താണെന്ന് പറയാം, തീരപ്രദേശമാണെന്ന് പറയാം ഇല്ലേ. തീരപ്രദേശമാണെന്ന് പറയാം. 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമാണെങ്കിൽ നമ്മൾ എന്ത് പറയും, അതാണെന്ത്, ഇടനാട് എന്ന് പറയും. 75 മീറ്ററിന് മുകളിലുള്ള പ്രദേശത്തെ നമ്മൾ എന്ത് പറയും, മലനാട് എന്ന് പറയും. മലനാട് പ്രദേശമാണ് കേരളത്തിന് കൂടുതലായിട്ടുള്ളത്. നമുക്കറിയാം പശ്ചിമഘട്ട മലനിര കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തുകൂടി കടന്നു പോകുന്നു ഇല്ലേ. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തുകൂടി കടന്നു പോകുന്ന ഒരു മലനിരയാണ് ഇത്, പശ്ചിമഘട്ട മലനിര. കേരളത്തിന്റെ ഒരു മോസ്റ്റ് ഓഫ് ദ പ്ലേസും ആരുടെ കീഴിലാണ്, നമ്മുടെ പശ്ചിമഘട്ട മലനിരയുടെ ഭാഗമാണ് എന്നുകൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കണം. മലനാട് പ്രദേശമാണ് നമുക്ക് കൂടുതലായിട്ടും ഉള്ളത് എന്നുകൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ ആണോ? നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്, പോർട്സ് ആണ് ഇവിടെ പറയുന്നത്. അതിനകത്ത് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ പ്രധാന തുറമുഖമാണ് മുംബൈ എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഒരു നദീതീര തുറമുഖത്തിന് ഉദാഹരണമാണ് എന്ത്, കൊൽക്കത്ത എന്ന് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം വിശാഖപട്ടണമാണ് എന്ന് പറഞ്ഞു. ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന തുറമുഖമാണ് കാണ്ട്ല. തുറമുഖവുമായി ബന്ധപ്പെട്ട എന്താണ്, ഒരു ബേസിക് ഫാക്റ്റുകളാണ് അല്ലേ. തുറമുഖം നമ്മളെല്ലാവരും PSC പഠിക്കുന്ന ഏതൊരാളും ആദ്യമേ പഠിച്ചു തുടങ്ങുന്ന ഒരു ഭാഗമാണ് ഇത്, പോർട്സ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ഇന്റർനാഷണൽ പോർട്സിനകത്ത് 13 എണ്ണമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മുടെ വിഴിഞ്ഞം പോർട്ടും അതിനകത്ത് വരാൻ പോവുകയാണ് അല്ലേ. നിങ്ങൾ നോക്കിയേ, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ തുറമുഖങ്ങൾ പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖമാണ് ഇത്, നമ്മുടെ മുംബൈ പോർട്ട് എന്നത് കേട്ടോ. പടിഞ്ഞാറൻ തുറമുഖത്തെ ഒരുപാട് പോർട്ടുകൾ നമുക്കറിയാം. നമ്മുടെ കൊച്ചി പോർട്ട് പടിഞ്ഞാറൻ തീരത്തെ ഒരു തുറമുഖമാണല്ലേ. മർമഗോവ അതേതാണ്, നമുക്ക് ന്യൂ മാംഗ്ലൂർ, അതൊക്കെ പടിഞ്ഞാറൻ ഭാഗത്തെ തുറമുഖങ്ങളാണ്. മുംബൈ ജവഹർലാൽ നെഹ്റു പോർട്ട്, എന്താണ് നവശേവ പോർട്ടാണ് മുംബൈ പോർട്ട്. ഇവയൊക്കെ എന്താണ്, നമുക്കറിയാവുന്നതാണ്, എന്ത്, പടിഞ്ഞാറൻ തീരത്തെ തുറമുഖങ്ങളാണ് എന്ന് നമുക്കറിയാമല്ലേ. അപ്പോൾ പടിഞ്ഞാറൻ തീരത്തെ ഒരു പ്രധാനപ്പെട്ട തുറമുഖമാണ് ഇത്, മുംബൈ തുറമുഖം എന്ന് ഓർത്തു വെച്ചിരിക്കണം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഒരു നദീതീര തുറമുഖത്തിന് ഉദാഹരണമാണ് കൊൽക്കത്ത എന്നത്. കൊൽക്കത്ത പോർട്ട് നമുക്കറിയാം, നമ്മുടെ കിഴക്കൻ തീരത്തെ ഒരു പോർട്ടാണ് ഇത്, കൊൽക്കത്ത പോർട്ട്. തീർച്ചയായും ഇതൊരു നദീതീര പോർട്ടാണ് ഇത്, കൊൽക്കത്ത പോർട്ട് അല്ലേ. ഹൂഗ്ലി നദിയിൽ അല്ലെ ഗംഗാ ബ്രഹ്മപുത്ര ഹൂഗ്ലി നദീതടങ്ങളുമായി ബന്ധപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പോർട്ടാണ് ഇത്, കൊൽക്കത്ത പോർട്ട്. പ്രോപ്പറായിട്ട് നമുക്ക് ഹൂഗ്ലി നദിയാണെന്ന് പറയാം കേട്ടോ. ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പോർട്ടാണ് ഇത്, കൊൽക്കത്ത പോർട്ട്.
ഓർത്തു വെച്ചിരിക്കണം. ഒരു നദീതീര തുറമുഖത്തിന് ഉദാഹരണമാണ് ഇത് കൊൽക്കത്ത എന്നത് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മൂന്നാമത്തെ, ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം വിശാഖപട്ടണമാണ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചോദ്യം വരുന്ന സമയത്ത് വരെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയായിരുന്നു. എന്നാൽ നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ അത് വിഴിഞ്ഞമാണ് കേട്ടോ. അതായത് വളരെ നാച്ചുറലി ഡീപ്പസ്റ്റ് ആണ് ഇത് വിഴിഞ്ഞം. വിശാഖപട്ടണം ചോദിക്കുകയാണെങ്കിൽ കരബന്ധിത ആഴം കൂടിയത് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് വിശാഖപട്ടണമാണെന്ന് പറയാം കേട്ടോ. കരബന്ധിതമായിട്ട് ആഴം കൂടിയ പോർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ വിശാഖപട്ടണമൊക്കെ പറയാം. എന്നാൽ ഇപ്പോൾ നിലവിലെ ഏറ്റവും ആഴം കൂടിയ പോർട്ട് ഏതാണ്, അല്ലെങ്കിൽ നാച്ചുറലി ഡീപ്പസ്റ്റ് ആയിട്ടുള്ള പോർട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, നമ്മുടെ വിഴിഞ്ഞം പോർട്ടാണ്. തിരുവനന്തപുരം ജില്ലയിലുള്ളതാണെന്ന് ഓർത്ത് വെച്ചിരിക്കണം. നമുക്കറിയാം 2025 മെയ് 2 എന്ത് ചെയ്തത്, നരേന്ദ്രമോദി നമ്മുടെ വിഴിഞ്ഞം പോർട്ട് രാജ്യത്തിന് സമർപ്പിക്കുന്നത് അല്ലേ. 2025 മെയ് 2 ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പൊ വിഴിഞ്ഞം പോർട്ടാണ് നിലവിലെന്ത് ഏറ്റവും ആഴം കൂടിയ തുറമുഖം. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന തുറമുഖമാണ് കാണ്ട്ല. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം കാണ്ട്ല ഗുജറാത്തിലാണെന്നില്ലേ. കാണ്ട്ല പോർട്ട് ഗുജറാത്തിലാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ഒരു തുറമുഖമാണ് ഇത് കാണ്ട്ല പോർട്ട് കേട്ടോ. കാണ്ട്ല എവിടെയാണ്, ഗുജറാത്തിലാണ്. ഗുജറാത്ത് എവിടെയാണ്, ഗുജറാത്തിലാണ്. ഇതെവിടെ, ഏത് തീരമാണെന്ന് ചോദിച്ചാൽ പടിഞ്ഞാറൻ തീരമാണ് കേട്ടോ. പടിഞ്ഞാറൻ തീരത്തെ ഒരു പോർട്ടാണ് ഇത് കാണ്ട്ല പോർട്ട് എന്ന് ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഇതിനകത്ത് തെറ്റായത് ഡി മാത്രമായിരുന്നു. ഇപ്പം നിലവിൽ ഇത് രണ്ടും എന്താണ്, തെറ്റാണ് അല്ലേ. കാരണം വിഴിഞ്ഞം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത് രണ്ടും തെറ്റാണ് എന്ന് ഓർത്ത് വെച്ചിരിക്കണം. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത്. വീണ്ടും എന്താണ്, തെറ്റായതാണ് ചോദ്യം. ഇനി നേരത്തെ ചോദ്യം എന്തായിരുന്നു, തെറ്റായ പ്രസ്താവനയായിരുന്നു. ഇത് അടുത്തതും തെറ്റായത് ഏതാണെന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗമാണ് ഇത് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം എന്താണ്, ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങളെ നമ്മൾ എന്താണ്, ഉപദ്വീപീയ പീഠഭൂമി, ഉത്തര മഹാസമതലം, ഉത്തരപർവ്വത മേഖല, തീരദേശം എന്നിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, തരംതിരിക്കാറുണ്ട്. അതിൽ ഏറ്റവും പഴക്കം ചെന്നതായിട്ട് നമ്മൾ പറയുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ദെൻ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്, ആനമുടി എന്നത്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. മൂന്നാമത്തത്, കിഴക്കൻ തീരസമതലത്തെ അപേക്ഷിച്ച് പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കൂടുതലാണെന്ന് പറഞ്ഞു. തീരസമതലത്തിന്റെ വീതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലേ. ഇവിടെ എന്താ പറയുന്നത്, പടിഞ്ഞാറൻ തീരസമതലത്തെ കിഴക്കൻ തീരസമതലത്തെ അപേക്ഷിച്ച് പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കൂടുതലാണെന്നാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. നാലാമത്തത്, ഹിമാലയത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ പർവ്വതനിരയാണ് സിവാലിക് എന്ന് പറഞ്ഞു. നാലും എന്താണ്, നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രദേശവുമായി ബന്ധപ്പെട്ട് 4 വിവിധ സ്റ്റേറ്റ്മെന്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ഭൂവിഭാഗമാണ് ഇത് ഉപദ്വീപീയ പീഠഭൂമി എന്നത് ഓർത്തു വെച്ചിരിക്കണം കേട്ടോ. ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗമാണ്. ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് വൺ, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. നമുക്കറിയാം 2695 മീറ്റർ ഉയരമുള്ള നമ്മുടെ ആനമുടിയാണ് തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ഏത് തന്നെയാണ്, ആനമുടിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമില്ലേ. മൂന്നാർ പഞ്ചായത്ത് ഇടുക്കി ജില്ലയിലാണ് എന്ത്, ആനമുടി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇടുക്കി ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർത്ത് വെച്ചിരിക്കണം. നെക്സ്റ്റ് വൺ, കിഴക്കൻ തീരസമതലത്തെ അപേക്ഷിച്ച് പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കൂടുതലാണ് എന്നതാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. കിഴക്കൻ തീരസമതലത്തിനാണ് എപ്പോഴും വീതി കൂടുതൽ എന്ന് ഓർത്ത് വെച്ചിരിക്കണം. അതുപോലെ തന്നെ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് ഡെൽറ്റകൾ കൂടുതലായിട്ടും രൂപീകരിക്കുന്നത് എന്ന് ഓർത്ത് വെച്ചിരിക്കണം. എന്താണ് ഈ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങളൊക്കെ, നിക്ഷേപണമൊക്കെ അവിടെയാണ് കൂടുതൽ എന്നൊക്കെ ഓർത്ത് വെച്ചിരിക്കണം. പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി വളരെ കുറവാണ് എന്ന് ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കുറവാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കൂടുതലാണെന്നാണ്, തെറ്റാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിനാണ് വീതി എന്ത്, കുറവ്. കിഴക്കൻ തീരസമതലത്തിനാണ് എന്ത്, വീതി കൂടുതലെന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഹിമാലയത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ പർവ്വതനിരയാണ് സിവാലിക് എന്നില്ലേ. നമ്മളെന്താണ്, ഹിമാലയ പർവ്വതനിര എന്ത് ചെയ്യുന്നുണ്ട്, കിഴക്കുനിന്ന് പടിഞ്ഞാറ് ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പൂർവാചലം എന്നിങ്ങനെ 3ആയി തരംതിരിക്കുന്നു. അതിൽ തന്നെ ഹിമാലയത്തെ നമ്മൾ 3 തട്ടുകളായി തരംതിരിക്കുന്നുണ്ട് അല്ലേ, വടക്ക് നിന്നും തെക്കോട്ട്. അതെന്താണ്, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നാണ് അല്ലേ. ഹിമാലയത്തിന്റെ 3 തട്ടുകൾ ഏതൊക്കെയായിരുന്നു, ഹിമാദ്രി ഏറ്റവും വടക്കേറ്റം, ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതിനെയാണ്, ഹിമാദ്രിയാണ്. ഏറ്റവും മുകളിലായുള്ളത് ഹിമാദ്രിയാണ്, തൊട്ടു താഴെ ഹിമാചൽ, അതിന് താഴെ സിവാലിക്.
ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇവിടെ അത് തന്നെയല്ലേ പറയുന്നത്, ഹിമാലയത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ പർവ്വതനിരയാണ് സിവാലിക് എന്ന് പറയുന്നുണ്ട് അല്ലേ. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഈ സി ആണ്, ഓപ്ഷൻ സി ആണ് എന്ത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ ആണോ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തത്, ഭൂപ്രകൃതി അനുസരിച്ച് ഇന്ത്യയിൽ 4 ചോദ്യമല്ല, അതിൻ്റെ എന്താണ് എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഭൂപ്രകൃതി അനുസരിച്ച് ഇന്ത്യയിൽ എന്താണ് ഭൂപ്രകൃതിയെ 4 തരംതിരിച്ചിരിക്കുന്നു. ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലങ്ങൾ, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശങ്ങൾ. നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞതാണ് അല്ലേ. ഏതൊക്കെയാണ്? ഉത്തരപർവ്വത മേഖല കാണാതെ പഠിച്ചോണം കേട്ടോ. ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശം എന്നിങ്ങനെ 4 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഇന്ത്യയുടെ ഭൂവിഭാഗങ്ങളെ തരം തിരിച്ചിട്ടുണ്ട് എന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഇതിനകത്ത് ഏറ്റവും പഴയതായിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉപദ്വീപീയ പീഠഭൂമിയാണെന്നും ഓർത്തു വെച്ചിരിക്കണം. നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ തീരസമതലങ്ങളെ കുറിച്ചുള്ള തെറ്റായ സൂചന. വീണ്ടും തെറ്റായതാണ്. ഒരു ചോദ്യം കാണുമ്പോൾ അവിടെ ശരിയാണോ ശരിയല്ലാത്തവയാണോ തെറ്റായതാണോ എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് മാർക്ക് ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യുക? ബാക്കിയിലേക്ക് പോകുക, നോക്കുക എന്താണ് തെറ്റായ സൂചന കണ്ടെത്തുക. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലം വീതി കുറവാണ്. വീണ്ടും അതേ ക്വസ്റ്റ്യൻ തന്നെ വന്നു ഇല്ലേ. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലം വീതി കുറവാണ് എന്നാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അടുത്തത്, കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വതീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വതീരങ്ങളിൽ, അതായത് കിഴക്കൻ തീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു എന്നതാണ് അടുത്തതായിട്ട് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, താഴ്ന്നുപോയ സമതലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പശ്ചിമ തീര സമതലങ്ങൾ എന്നതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം ഇവിടെ കൊടുത്തിരിക്കുന്ന തെറ്റാണ്. കാരണം നേരത്തെ നമ്മളിത് കണ്ടതാണ് അല്ലേ. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലത്തിന് വീതി കുറവാണെന്നുള്ളത് തെറ്റാണ്. ഇവിടെ എന്താണ്? കിഴക്കൻ തീരസമതലത്തിനാണ് വീതി കൂടുതൽ, പശ്ചിമ തീരത്തിന് കുറവാണ് അല്ലേ. അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വതീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ ഉണ്ടാക്കുന്നു. ഞാനത് പറഞ്ഞു ഇല്ലേ. എന്താണ്? വിശാലമായ ഡെൽറ്റകൾ കിഴക്കൻ തീരങ്ങളിൽ ഉണ്ടാക്കിയിട്ടാണ് ഈ നദികൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കുന്നത് എന്ന് ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. നമ്മുടെ മഹാനദി, ഗോദാവരി തുടങ്ങിയ നദികളെല്ലാം ബംഗാൾ ഉൾക്കടലിലേക്കാണ് പതിക്കുന്നത് അല്ലേ. അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. താഴ്ന്നു പോയ സമതലങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ അത് പശ്ചിമ തീര സമതലങ്ങളാണ്. പശ്ചിമ തീര സമതലങ്ങൾ താഴ്ന്നു പോയ സമതലങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടെ സമതലങ്ങൾ എന്താണ്? വളരെയധികം കുറവാണ്. തീര സമതലത്തിന്റെ വീതി കുറവാണ്. അവിടെ താഴ്ന്നു പോയതാണ് കേട്ടോ. ഇടിച്ചിൽ വന്ന് താഴ്ന്നു പോയ സമതലങ്ങളാണ് കൂടുതലായും പശ്ചിമ തീരങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതും ശരിയാണ്. അപ്പൊ ഇവിടെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഒന്നാണ്. ഓപ്ഷൻ എ ആണ് എന്ത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓർത്തു വച്ചിരിക്കുന്നു. ഇന്ത്യയുടെ തീരപ്രദേശം അറബിക്കടല്, ബംഗാൾ ഉൾക്കടല്, ഇന്ത്യൻ മഹാസമുദ്രം എന്നിവയിൽ, അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമായ അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ചേരുന്നതാണ് എന്ത്? ഇന്ത്യയുടെ തീരസമതലം എന്ന് പറയുന്നത്. 75-16.6 കേട്ടോ. എത്രയാണ്? 75-16.6. പ്രോപ്പറായിട്ട് പറഞ്ഞാൽ 75-16.6 കിലോമീറ്റർ ആണ് എന്ത്? നമ്മുടെ ഇന്ത്യയുടെ തീരസമതലം അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഇന്ത്യയുടെ എന്താണ് സമുദ്രാതിർത്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ. 75-16.6 കിലോമീറ്റർ ആണുള്ളത്. നമുക്കിനെ റൗണ്ട് ചെയ്ത് 75-17 കിലോമീറ്റർ എന്നങ്ങ് പറയാം കേട്ടോ. ഇനി ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങൾ, അതായത് ഇന്ത്യയുടെ തീരദേശ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. ഇത്രയും സ്റ്റേറ്റുകളാണുള്ളതെന്ന് ഓർത്ത് വെച്ചിരിക്കണം. എത്രയാണ്? 9 സ്റ്റേറ്റുകൾ കേട്ടോ. അപ്പം ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾക്കാണ് എന്തുള്ളത്? തീരദേശമുള്ളതെന്ന് ചോദിച്ചാൽ 9 സംസ്ഥാനങ്ങൾക്കാണെന്ന് ഓർത്ത് വെച്ചിരിക്കണം. പിന്നെ നമ്മുടെ പടിഞ്ഞാറൻ തീരമാണെങ്കിൽ ഗുജറാത്ത് മുതൽ കേരളം വരെ നീണ്ടു കിടക്കുന്നതാണ് അല്ലേ ഏത്? നമ്മുടെ പടിഞ്ഞാറൻ തീരം എന്ന് പറയുന്നത്. കിഴക്കൻ തീരമാണെങ്കിലോ നമ്മുടെ ഒഡീഷ മുതൽ എവിടെ വരെയാണ്? തമിഴ്നാട് വരെ നീണ്ടു കിടക്കുന്നതാണ് എന്ത്? ഒഡീഷയിലെ ബംഗാൾ മുതൽ എവിടെ മുതൽ? നമ്മുടെ തമിഴ്നാട് വരെ നീണ്ടു കിടക്കുന്നതാണ് നമ്മുടെ കിഴക്കൻ തീരം എന്നത് ഓർത്ത് വെച്ചിരിക്കണം. കൊങ്കൺ തീരം, കാനഡ തീരം, മലബാർ തീരം
എന്നിവ എന്തിനകത്ത് ഉൾപ്പെടുന്നതാണെന്ന് വെച്ചാൽ എന്താണ്? പടിഞ്ഞാറൻ തീരത്തെയാണ്. പടിഞ്ഞാറൻ തീരത്തെ നമ്മൾ കൊങ്കൺ തീരമെന്നും കാനഡ തീരമെന്നും മലബാർ തീരമെന്നൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു? തരം തിരിച്ചിരിക്കുന്നു. കിഴക്കൻ തീരമാകുമ്പോഴത്തേക്ക് ഉൽക്കൽ തീരം, കോറമാൻഡൽ തീരം എന്നീ പേരുകളിലേക്കാണ് അറിയപ്പെടുന്നത് എന്ത്? കിഴക്കൻ തീരം അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ പടിഞ്ഞാറൻ തീരം ഏതൊക്കെ പേരുകൾ അറിയപ്പെടുന്നു വെച്ചാൽ കൊങ്കൺ തീരം, കാനഡ തീരം, മലബാർ തീരം എന്നിങ്ങനെ അറിയപ്പെടുന്നത് പടിഞ്ഞാറൻ തീരങ്ങളെയാണ് എന്ന് ഓർത്ത് വെച്ചിരിക്കണം, മറന്നു പോകരുത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഡിഗ്രി ലെവലിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ 10th ലെവലിൽ ക്വസ്റ്റ്യനകത്തൊക്കെ എന്ത് ചെയ്തതാണ്, അതിനെക്കുറിച്ച് പറഞ്ഞു പോയതാണ്. നെക്സ്റ്റ് വൺ കിഴക്കൻ തീരം. നോക്കിയേ, പശ്ചിമ ബംഗാൾ മുതൽ തമിഴ്നാട് വരെ നീണ്ടു കിടക്കുന്നതാണ് ഏത്? കിഴക്കൻ തീരം എന്നത്. ദെൻ ഉൽക്കൽ തീരം, ആന്ധ്ര തീരം, കോറമാൻഡൽ തീരം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏതാണ്? കിഴക്കൻ തീരമാണ്. കിഴക്കൻ തീരത്തെ വിശേഷണങ്ങൾ അല്ലെങ്കിൽ കിഴക്കൻ തീരത്തെ തരം തിരിച്ചിരിക്കുന്നത്, അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗം ഉൽക്കൽ തീരം, തൊട്ട് താഴെ ആന്ധ്ര തീരം, പിന്നെ കോറമാൻഡൽ തീരം എന്നിങ്ങനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? തരം തിരിച്ചിരിക്കുന്നതെന്ന് ഓർത്ത് വെച്ചിരിക്കണം. മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി നദികളുടെ ഫലഭൂഷ്ടമായ ഡെൽറ്റകൾ എവിടെ കാണാം? കിഴക്കൻ തീരത്തു കാണാം. ഓർത്ത് വെച്ചിരിക്കണം. ഏതൊക്കെ നദികളുടെയാണ്? മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി. ഇല്ലേ, വളരെ പ്രശസ്തമായ നദികളാണ്. അവയുടെയൊക്കെ ഡെൽറ്റകൾ നമുക്ക് എവിടെ കാണാൻ സാധിക്കും? കിഴക്കൻ തീരത്ത് കാണാനായിട്ട് സാധിക്കുമെന്ന് ഓർത്ത് വെച്ചിരിക്കണം. പടിഞ്ഞാറൻ തീരം കിഴക്കൻ തീരത്തേക്കാൾ ഇടുങ്ങിയതാണ്. കണ്ടോ, സ്റ്റേറ്റ്മെന്റ് ഇവിടെയാണ് കറക്റ്റ്. കിഴക്കൻ തീരത്തേക്കാൾ ഇടുങ്ങിയതാണ് പടിഞ്ഞാറൻ തീരം. കിഴക്കൻ തീരമാണെങ്കിൽ വിസ്തൃതമായതാണ്. പടിഞ്ഞാറൻ തീരം എന്താണ്? ഇടുങ്ങിയതാണ് എന്നുകൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ, ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ എന്താണ്? ഇടിവുണ്ടായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടുത്തെ സമതലങ്ങളൊക്കെ ചുരുങ്ങിപ്പോയിരിക്കുകയാണെന്നോട് ഓർത്ത് വെച്ചിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഒരു പ്രധാന ഭൗമ താപോർജ്ജ ഉൽപാദന കേന്ദ്രമാണ് താഴെ തന്നിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഭൗമ താപോർജ്ജം ഇല്ലേ, ജിയോ തെർമൽ എനർജി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, ജിയോ തെർമൽ എനർജി. ഒന്ന് പുക താഴ്വര, 2 മണിക്കരൺ, 3 ദിഗ്ബോയ്, 4 അങ്കലേശ്വർ. ഇങ്ങനെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓർത്ത് വെച്ചിരിക്കണം. പുക താഴ്വര കാശ്മീരിലേതും മണികരണം ഹിമാചൽ പ്രദേശ്, ഇത് രണ്ടുമാണ് പ്രധാന ഭൗമ താപോർജ്ജ ഉൽപാദന കേന്ദ്രം കേട്ടോ. നമ്മുടെ പ്രധാന ഭൗമ താപോർജ്ജ ഉൽപാദന കേന്ദ്രങ്ങൾ കാശ്മീരിലുള്ള പുക താഴ്വരയും പിന്നെന്താണ് മണികരൺ ഹിമാചൽ പ്രദേശുമാണ്. 1ഉം 2ഉം ബി. നോക്കാം. ഭൗമതാപോർജ്ജം ഭൂമിക്കടിയിലുള്ള താപം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഊർജ്ജമാണ് ഭൗമതാപോർജ്ജം എന്ന് പറയുന്നത്. പുനരുപയോഗിക്കാവുന്നതാണ് അല്ലെ, റിന്യൂവബിൾ ആണ് അല്ലേ, പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സാണ് ഏത്? ഭൗമതാപോർജ്ജം എന്ന് പറയുന്നത്. ഇത് കാലാവസ്ഥയെ ആശ്രയിക്കുന്നുണ്ടോ? ഇല്ല. എല്ലാ കാലാവസ്ഥയിലും എന്ത് ചെയ്തോളും? ഈ ഭൂമിയിലുള്ള താപം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. ഫോസിൽ ഇന്ധനങ്ങളെ അപേക്ഷിച്ച് എന്താണ് ഇതിന് പൊല്യൂഷൻ വളരെയധികം കുറവാണ്. മലിനീകരണം എന്താണ്? വളരെയധികം എന്ത് ചെയ്യാണ്? കുറവാണ് എന്ന് കൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. അമേരിക്കയിലാണ് ഭൗമ താപോർജ്ജം ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ ലഡാക്കിലുള്ള പുക താഴ്വര ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ തെർമൽ പവർ പ്രോജക്റ്റ് ആണ്. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ തെർമൽ പവർ പ്രോജക്റ്റ് പുക താഴ്വരയാണ് കേട്ടോ, കാശ്മീർ ലഡാക്കിലാണ്. നെക്സ്റ്റ് വൺ മണികരൺ എവിടെയാണ്? അത് ഹിമാചൽ പ്രദേശിലാണ് കേട്ടോ. മണികരൺ ഹിമാചൽ പ്രദേശാണ്. ഓർത്തു വെച്ചിരിക്കുന്നത്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ ഇല്ലാത്ത ഒരു ജില്ല ഏതാണെന്നാണ് ചോദ്യം. നമുക്കറിയാം, ഏറ്റവും വടക്കേരത്തേക്ക് നമ്മൾ ആറളമൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ എന്താണ് കേരളത്തിലെ വന്യജീവി സങ്കേതം ഇല്ലാത്ത ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് കാസർഗോഡ് ജില്ലയാണെന്ന് ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഏതാണ്? കാസർഗോഡ് ജില്ല. ഇവിടെ നിന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ഇല്ലേ, കാരണം ഓപ്ഷനിൽ തന്നെ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റും. ആറളം കണ്ണൂരുണ്ട്, തിരുവനന്തപുരം നെയ്യാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി ഉണ്ട്, പിന്നെ കൊല്ലത്തുണ്ട്, പിന്നെന്താണ് തെന്മല, അതൊക്കെ കൊല്ലത്താണ്. അപ്പോൾ കാസർഗോഡാണ് ഇല്ലാത്തത് എന്ത്? വന്യജീവി സങ്കേതങ്ങൾ. നോക്കാം. 1984 മെയ് 24 കാസർഗോഡ് ജില്ല രൂപീകൃതമാകുന്നത്. കാസർഗോഡ് ജില്ല രൂപീകൃതമായ ഡേറ്റ് എന്നാണ് 1984 മെയ് 24. 84 ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതാണ് അല്ലേ. നമ്മുടെ രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയ വർഷം 1984 നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെന്താണ്, നമ്മുടെ ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടത് 1984 അല്ലേ. 1984 എന്ത് നമ്മുടെ ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടത്. അങ്ങനെ 1984 ഒരുപാട് പ്രത്യേകതകളുണ്ട്. 1984 നമ്മുടെ സൈലന്റ് വാലി നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കുന്നത് ആര്? നമ്മുടെ ഇന്ദിരാഗാന്ധി തന്നെ അല്ലേ. 84 ഓർത്തു വെച്ചിരിക്കണം. ഇവിടെ 84 മെയ് 24 എന്ത്? കാസർഗോഡ് ജില്ല രൂപീകൃതമാകുന്നത്. ദൈവങ്ങളുടെ നാട്, സപ്തഭാഷാ സംഗമ ഭൂമിയിലെ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏത് ജില്ലയാണ്? കാസർഗോഡ് ജില്ലയാണ്.
തുളു, ബ്യാരി ഭാഷകൾ ഉപയോഗിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണെന്ന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. തുളു, ബ്യാരി ഭാഷകൾ ഉപയോഗിക്കുന്ന ജില്ലയാണ് ഇത്? കാസർഗോഡ് ജില്ല. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ല, യക്ഷഗാനം അവതരിപ്പിക്കുന്ന ജില്ല, ഇതൊക്കെ എന്താണ്? കേരളത്തിലെ കാസർഗോഡ് ജില്ലയാണ്. കേരളത്തിൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ലയും ഏതാണ്? കാസർഗോഡ് ജില്ല. ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഗ്രാമം ചോദിച്ചാൽ ഏതാണ്? തലപ്പാടിയാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ഗ്രാമമാണ് ഇത്? തലപ്പാടി എന്നും ഓർത്തു വെച്ചിരിക്കണം. ഇവിടെ എന്താണ്? താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. വരയാട് മൂന്നാറിൽ മാത്രം കാണപ്പെടുന്നു. താഴെ പറയുന്നതിലെ ശരിയായ പ്രസ്താവന ഏതാണ്? വരയാട് മൂന്നാറിൽ മാത്രം കാണപ്പെടുന്നു. ഇതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, വരയാട് ഇടുക്കി ജില്ലയിൽ മാത്രം കാണപ്പെടുന്നു. മൂന്നാമത്തെ, വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നു. മുകളിൽ പറഞ്ഞവയെല്ലാം തെറ്റാണ്. ഇങ്ങനെ 4 സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. വരയാടുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? തമിഴ്നാടിന്റെ ഔദ്യോഗിക മൃഗമാണ് ഇത്? വരയാട് എന്ന് പറയുന്നത് അല്ലേ? എന്താണ്? തമിഴ്നാടിന്റെ ഔദ്യോഗിക മൃഗമാണ് വരയാട്. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിലൊക്കെ പോയി വരയാടിനെ കണ്ടിട്ടുണ്ട്, മൂന്നാറിൽ അല്ലേ? അപ്പൊ ഇവിടെ എന്താണ്? മൂന്നാറിൽ മാത്രം കാണപ്പെടുന്നു, ഇടുക്കിയിൽ മാത്രം കാണപ്പെടുന്നു എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. വരയാട് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കാണപ്പെടുന്നുണ്ട് കേട്ടോ. മൂന്നാറിൽ മാത്രമോ അല്ലെങ്കിൽ ഇടുക്കിയിൽ മാത്രമോ അല്ല, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലും എന്തിനെ കാണപ്പെടുന്നുണ്ട്? വരയാടിനെ കാണപ്പെടുന്നുണ്ട് എന്നതുകൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണേ. ഇവിടെ എന്താണ്? ശരിയായവ സി ആണേ. നമുക്ക് വരയാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കാം. കേരളത്തിലെ പശ്ചിമഘട്ടം ഉൾപ്പെടെയുള്ള ലോകത്തിൽ 2ഓ 3ഓ പ്രദേശങ്ങളിൽ മാത്രമേ എന്തിനെ കാണാൻ സാധിക്കുകയുള്ളൂ? വരയാടുകളെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ ഇല്ലേ? കേരളത്തിലെ ഇരവികുളം നാഷണൽ പാർക്ക് വരയാടുകളുടെ സംരക്ഷണ പ്രദേശമാണ്. എന്താണ്? കൂടാതെ തിരുവനന്തപുരത്തുള്ള പൊന്മുടി വനമേഖലകളിലും സൈലന്റ് വാലിയിലും വരയാടുകളെ കാണാം. ഓക്കെ. തമിഴ്നാടിനെ സംസ്ഥാന മൃഗമായ നീലഗിരി താർ എന്നു പേരുള്ള വരയാട്, ഇതിന്റെ ശാസ്ത്രീയ നാമം നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്നാണ് കേട്ടോ. നമ്മുടെ ഈ തണുത്ത പ്രദേശങ്ങളായ കാശ്മീരിലൊക്കെ കാണപ്പെടുന്ന ഒരു ആടുണ്ട്. എന്ന് വെച്ചാൽ ദേഹത്തൊക്കെ രോമങ്ങളൊക്കെ ഉള്ള ആടുണ്ട്. അതിൻ്റെ ഒരു കാറ്റഗറിയിൽ അല്ലെങ്കിൽ അതിൻ്റെ വംശത്തിൽ തന്നെ പെട്ടിട്ടുള്ള ഒരാടാണ് ഇത്. നമ്മുടെ ഈ വരയാട് എന്ന് പറയുന്നത്. കുന്നിൻ മുകളിലൊക്കെ ഇങ്ങനെ ഏത് മലമുകളിലും ചാടി കയറി സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ആടാണ് ഇത്, ഈ വരയാട് എന്ന് പറയുന്നത്. വരയൊന്നുമില്ല അതിൻ്റെ ദേഹത്ത് കേട്ടോ. തമിഴ് പദത്തിൽ വരൈ ആട് എന്ന പദത്തിൽ നിന്നാണ് വരയാട് എന്ന പേര് കിട്ടിയത്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം പഠിച്ചു വെച്ചിരിക്കണം. നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്നാണ് വരയാടിന്റെ ശാസ്ത്രീയ നാമം. നമ്മൾ നോർമലി അതിനെ എന്ത് പേരിലാണ് വിളിക്കുന്നത്? നീലഗിരി ഥാർ എന്ന പേരിലാണ് വിളിക്കുന്നത്. ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. ഇത് നമ്മുടെ തിരുവനന്തപുരം, സൈലന്റ് വാലി, പിന്നെ നമ്മുടെ ഇടുക്കി ജില്ലയിലുമാണ് എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ടും കേരളത്തിൽ കാണാൻ സാധിക്കുന്നത് എന്ന് ഓർത്ത് വെച്ചിരിക്കണം. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമപ്രകാരമാണ്? കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രദേശത്തെ റിസർവ് വനമായി പ്രഖ്യാപിക്കുന്ന 1961 കേരള ഫോറസ്റ്റ് ആക്ട് അടിസ്ഥാനത്തിലാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ റിസർവ് വനവും ഏതൊക്കെ ക്വാളിഫിക്കേഷനിലാണ് ഒരു വനത്തെ നമുക്ക് റിസർവ് വനമായി പ്രഖ്യാപിക്കാം എന്നതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് കേരള ഫോറസ്റ്റ് ആക്ട് 1961 ഓർത്ത് വെച്ചിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടം കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് കാണപ്പെടുന്ന ഒരു പർവ്വതനിരയാണ് എന്ത്? പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ഗുജറാത്ത് മുതൽ തമിഴ്നാട് വരെ നീണ്ടു കിടക്കുന്ന പർവ്വതനിരയായ പശ്ചിമഘട്ടം ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് നമുക്ക് പഠിക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണെന്നാണ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, കർണാടക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിലൂടെ കടന്നു പോകുന്നില്ല അല്ലേ? നമുക്കറിയാം ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, ഗോവ, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. തമിഴ്നാട്ടിൽ വന്ന് നീലഗിരിയിൽ വന്ന് തമിഴ്നാട്ടിൽ വന്ന് എന്ത് ചെയ്യുകയാണ്? തീരുകയാണ് എന്ത്? പശ്ചിമഘട്ട മലനിരകളെന്ന് ഓർത്തു വെച്ചിരിക്കണം കേട്ടോ. ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. സംസ്ഥാനങ്ങളുടെ പേര് ഇപ്പോൾ ഞാൻ പറഞ്ഞു. കേരളം, തമിഴ്നാട്, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് കേട്ടോ. ഈ മേഖലയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ കടന്നു പോകുന്നത്. അതിന് ഇങ്ങ് താഴെ വന്ന് കേരളത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും പശ്ചിമഘട്ടം എന്താണ്? കേരളത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്തു കൂടി കടന്നു പോകുന്നു എന്നുകൂടി നിങ്ങളൊന്ന് ഓർത്തു വെച്ചിരിക്കണം. കേരളത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്തല്ല, കേരളത്തിന്റെ കിഴക്കൻ ഭാഗത്തുകൂടി കടന്നു പോകുന്നു എന്നൊന്ന് ഓർത്തു വെച്ചിരിക്കണം. ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്തൂടെയും കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തൂടെയും. നെക്സ്റ്റ് വൺ, അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ചില ദ്രവ്യത്തിന്റെ പ്രഭവ മണ്ഡലമാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ്?
അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ദ്രാവകങ്ങളുണ്ടല്ലോ, അവ എവിടെ നിന്നാണ് വരുന്നത് എന്നാണ് ചോദ്യം കേട്ടോ. അതിന്റെ പ്രഭവ മണ്ഡലം ഏതാണ് എന്നാണ് ചോദ്യം. നോക്കിയേ, കാമ്പ് ആണോ, ഭൂവൽക്കമാണോ, അസ്തനോസ്ഫിയർ ആണോ, അഗ്നിപർവ്വതജന്യ ശിലകളാണോ എന്നിന്റെ ഈ ഒരു ദ്രാവകങ്ങളുടെ, നമ്മുടെ ലാവ മാഗ്മയ്ക്ക് ഇല്ലേ, ആ ദ്രാവകങ്ങളുടെ എന്താണ് പ്രഭവ കേന്ദ്രം എവിടെയാണെന്നാണ് ചോദ്യം കേട്ടോ. അതായത് അതിന്റെ പ്രഭവ കേന്ദ്രം അസ്തനോസ്ഫിയർ ആണെന്ന് ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. അസ്തനോസ്ഫിയർ നമ്മുടെ മാന്റിൽ, നമുക്കറിയാം ഭൂമിയെ നമുക്ക് 3 പാളികളായി നമ്മൾ തരംതിരിക്കുന്നുണ്ട്. ക്രസ്റ്റ്, അതായത് ഭൂവൽക്കം, പിന്നെ മാന്റില്, പിന്നെ കോർ, അങ്ങനെ 3ആയിട്ട് അല്ലേ, കോറാക കാമ്പ്. ഇതിങ്ങനെ 3ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഭൂമിയുടെ ആന്തരിക പാളികളെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രധാനമായും തരംതിരിക്കുന്നുണ്ട്. ഇതിനകത്ത് മാന്റിലിന്റെ ഭാഗമാണ് ഏത്, അർദ്ധദ്രവാവസ്ഥയിലുള്ള അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് കേട്ടോ. അസ്തനോസ്ഫിയറിലാണ് ഈ മാഗ്മ ഇങ്ങനെ എന്താണ് തണുത്തുറഞ്ഞ് ഇങ്ങനെ ഉറഞ്ഞിട്ടല്ല, ഒരു എന്താണ് നമ്മുടെ എണ്ണ പോലത്തെ ആ ഒരു തരത്തിൽ, ആ ഒരു രീതിയിലായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്, നമ്മുടെ ഈ അസ്തനോസ്ഫിയർ കാണപ്പെടുന്നത്. അർദ്ധദ്രവാവസ്ഥയിലാണ് കേട്ടോ, അർദ്ധദ്രവാവസ്ഥയിലാണ് എന്ത് കാണപ്പെടുന്നത്, അസ്തനോസ്ഫിയർ. നമുക്ക് പോയിന്റ്സ് നോക്കാം. ഭൂമിയുടെ പുറന്തോടിന് താഴെയായി, പുറന്തോടെന്ന് മീൻസ് എന്താണ്, നമ്മുടെ ഭൂവൽക്കം, അതിന് താഴെയായിട്ട് ശിലാമണ്ഡലത്തിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന ഭാഗമാണ് ഏത്, അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ലിത്തോസ്ഫിയറിനും മീസോസ്ഫിയറിനും ഇടയിലായിട്ട്, അതായത് മാന്റിലിന്റെ ഭാഗമാണ് ഇത്. ഇത് ഭാഗികമായി ഉരുകിയ അർദ്ധദ്രവാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ദുർബലമായിട്ടുള്ളൊരു പാളിയാണ് ഏത്, അസ്തനോസ്ഫിയർ. അസ്തനോ എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്, ദുർബലം എന്നാണ്. ഭൂകമ്പങ്ങൾക്കും അഗ്നിപർവ്വതങ്ങൾക്കും കാരണമാകുന്ന ടെക്ടോണിക് പാളികളുടെ ചലനത്തിന് കാരണമാകുന്നതും എന്താണ്, ഈ അസ്തനോസ്ഫിയർ ആണ്. കാരണം ഒട്ടും തന്നെ കട്ടിയില്ല, ദുർബലമായിട്ടുള്ളൊരു പാളിയാണ് ഏത്, അസ്തനോസ്ഫിയർ എന്നുകൂടിയൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് വളരെ വലിയൊരു ടോപ്പിക്കാണ് എന്ത്, ഭൂമിയുടെ പാളികൾ, ആന്തരപാളികൾ, അവയുടെ പ്രവർത്തനങ്ങളൊക്കെ നമുക്കതൊക്കെ എന്ത് ചെയ്യണം, ക്ലാസ്സിൽ പഠിക്കണം. നെക്സ്റ്റ് നോക്കാം. കാരക്കോറം, സസ്കർ, പീർപ്പാഞ്ചൽ എന്നീ പർവ്വതനിരകൾ ഉൾപ്പെടുന്ന ഹിമാലയം ഏതാണ്? കാരക്കോറം, പീർപ്പഞ്ചൽ, സസ്കർ എന്നിവ ഏതിനകത്താണ് ഉൾപ്പെടുന്നത്? കാശ്മീർ ഹിമാലയമാണോ, ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയമാണോ, ഡാർജിലിംഗ് ഹിമാലയമാണോ, അതോ അരുണാചൽ ഹിമാലയമാണോ എന്നത്? ഇതെന്താണ്, നദികളുടെ അടിസ്ഥാനത്തിൽ അങ്ങോട്ട് തരംതിരിച്ചിരിക്കുന്ന ഹിമാലയങ്ങളാണ് ഇതൊക്കെ അല്ലേ. ദെൻ നമ്മൾ പറഞ്ഞ കാരക്കോറം, ലഡാക്ക്, പീർപ്പാഞ്ചൽ ഈ 3 മേഖലകൾ എന്തിൻ്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രധാനമായിട്ടും ഇത് എന്താണ്, കാശ്മീർ ഹിമാലയത്തിൻ്റെ ഭാഗമാണെന്ന് പറയാം. ഇത് എന്തിൻ്റെ ഭാഗമാണ്, കാശ്മീർ ഹിമാലയത്തിൻ്റെ ഭാഗമാണ്. ഹിമാലയത്തിൽ നമുക്ക് ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പിന്നെന്താണ് പൂർവാചൽ എന്നിങ്ങനെ 3ആയി തരംതിരിക്കാം. അതിനകത്ത് ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമാണ് പ്രധാനമായും എന്ത്, കാരക്കോറം, ലഡാക്ക്, സസ്കറൊക്കെ കേട്ടോ. കാരക്കോറം, ലഡാക്ക്, സസ്കറൊക്കെ എന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഇതിനകത്ത് കാരക്കോറം, സസ്കർ, പീർപ്പാഞ്ചൽ എന്നിവ കാശ്മീർ ഹിമാലയത്തിൻ്റെ ഭാഗമാണ്. ഇതിനെ എന്താണ്, അതായത് ഓരോ പ്ലേസസിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, തരംതിരിച്ചിരിക്കുകയാണ്. കാശ്മീർ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം, ഡാർജിലിംഗ് ഹിമാലയം എന്നിങ്ങനെ നമ്മൾ നദികളുടെ ബേസ് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തരംതിരിച്ചിട്ടുണ്ട്. പല തരത്തിലാണ് ഇതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഇവിടെ എന്താണ്, ഓപ്ഷൻ അനുസരിച്ച് ഇത് എന്തിൻ്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ കാശ്മീർ ഹിമാലയത്തിൻ്റെ ഭാഗമാണ് എന്ന് ഓർത്ത് വെച്ചിരിക്കണം. നമുക്ക് നോക്കാമേ. ജമ്മു കാശ്മീരിൽ ലഡാക്ക് പ്രദേശത്ത് 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കാശ്മീർ ഹിമാലയത്തിന് ഏകദേശം 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമുണ്ട്. മഞ്ഞുമൂടിയ കൊടുമുടികളും താഴ്വരകളും നിറഞ്ഞ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വതനിരകളാണ് കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർപ്പഞ്ചൽ. നമ്മൾ പറഞ്ഞില്ലേ ട്രാൻസ് ഹിമാലയം പറഞ്ഞില്ലേ, ആ ട്രാൻസ് ഹിമാലയം, കാരക്കോറം, ലഡാക്ക്, സസ്കറൊക്കെ അതിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു. ഇവിടെ കാശ്മീർ ഹിമാലയത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണിത്, കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർപ്പഞ്ചൽ. ഇപ്പം ഞാൻ പറഞ്ഞ ട്രാൻസ് ഹിമാലയം മറ്റൊരു തരത്തിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കുകയാണ്. ബേസിക് കാറ്റഗറൈസേഷൻ അങ്ങനെയാണ്. ഇത് നദികളുടെയും സംസ്ഥാനങ്ങളുടെയും ബേസിസിലാണ് ഇവിടെ കാശ്മീർ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം, ഡാർജിലിംഗ് ഹിമാലയം എന്നിങ്ങനെ നമുക്ക് പലതരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, കുമയൂൺ ഹിമാലയം എന്നൊക്കെ നമ്മൾ നദികളുടെ ബേസിസിൽ എന്ത് ചെയ്യാറുണ്ട്, തരംതിരിക്കാറുണ്ട്. ഇതിനകത്ത് നദികളുടെ ബേസിസിൽ നമുക്ക് ഇപ്പം നമ്മൾ കുമയൂൺ ഹിമാലയം എന്ന് പറയണം, അതിന് തന്നെ തരംതിരിവുകളുണ്ട്, ഓരോരോ തരംതിരിവുകളുണ്ട്. അങ്ങനെ ഓരോന്നിനെയും തരംതിരിച്ച് അതിൻ്റെ പാർട്സായിട്ടാണ് നമ്മൾ ഓരോന്നും പറയുന്നത്. ഇവിടെ നമ്മൾ കാശ്മീർ ഹിമാലയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഓർത്തു വെച്ചാൽ കാരക്കോറം, സസ്കറും, ലഡാക്കും, പീർപ്പഞ്ചലും എന്തിൻ്റെ ഭാഗങ്ങളാണെന്ന് ചോദിച്ചാൽ കാശ്മീർ ഹിമാലയത്തിൻ്റെ ഭാഗങ്ങളാണ്.
ലോകത്തിലെ രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടിയായ മൗണ്ട് കെ2 കാരക്കോറം നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അല്ലേ. മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ്? കാരക്കോറം പർവ്വത നിരയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നമ്മൾ ഓർത്ത് വെച്ചിരിക്കണം അല്ലേ. മൗണ്ട് കെ2 നമ്മുടെ പാക് ഓക്കുപ്പൈഡ് കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്കറിയാം. പൂർണ്ണമായും ഇന്ത്യയിലല്ല ഇത് സ്ഥിതി ചെയ്യുന്നത്. സിയാച്ചിൻ, ബോൾട്ടാരോ തുടങ്ങിയവ ഈ പ്രദേശത്തെ പ്രധാന ഹിമാനികളാണ്. അപ്പൊ സിയാച്ചിൻ ഹിമാനിയും ബോൾട്ടാരോ ഹിമാനിയും എന്തിന്റെ ഭാഗമാണെന്ന് വെച്ചാൽ കാശ്മീർ ഹിമാലയത്തിന്റെ ഭാഗമാണ്. എന്ന് ഓർത്തു വച്ചിരിക്കണം. ഓക്കെ ആണോ? ഇതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് ഓരോന്നും എടുത്ത് പഠിക്കേണ്ടതുണ്ട്. അതായത് നദിയുടെ ബേസിസിൽ എങ്ങനെ ഹിമാലയ പർവ്വതനിരകളെ തരംതിരിച്ചിരിക്കുന്നു, ഭൂമിശാസ്ത്രപരമായി ഇവയെ എങ്ങനെ തരംതിരിച്ചിരിക്കുന്നു, സംസ്ഥാനങ്ങളുടെ ബേസിസിൽ എങ്ങനെ ഇവയെ തരംതിരിച്ചിരിക്കുന്നു, അങ്ങനെ 3 തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. സ്കൂൾ ടെക്സ്റ്റിലൊക്കെ ഇതിനെ പറ്റി വിശദമായിട്ട് കൊടുത്തിട്ടുള്ളവയാണ് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണെന്നാണ് ചോദ്യം. കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നു ഇല്ലേ. ആനമല, ചേരക്കൊമ്പൻമല, പുളച്ചിമല, ഇളമ്പാരിമല എന്ന് കേട്ടോ. ഇളമ്പാരിമലയിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്? ചാലിയാർ നദി ഉത്ഭവിക്കുന്നു ഇല്ലേ. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ നദികളിൽ 4ാം സ്ഥാനത്താണ് ആര്? ചാലിയാർ നദി. കേരള നദികളുടെ നീളത്തിന്റെ കാര്യത്തിൽ 4ാം സ്ഥാനത്തുണ്ട് ആര്? ചാലിയാർ നദി. അപ്പം ഏറ്റവും നീളം കൂടിയ കേരളത്തിലെ നദി ഏതാണ്? അത് നമ്മുടെ പെരിയാറാണ് അല്ലേ. പെരിയാർ 244 കിലോമീറ്റർ ആണെന്ന് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. 2ാം സ്ഥാനത്ത് ആരുണ്ട്? ഭാരതപ്പുഴ ഉണ്ട് അല്ലേ. ഭാരതപ്പുഴ 209 കിലോമീറ്റർ ആണെന്ന് ഓർത്തു വെച്ചിരിക്കണം കേട്ടോ. 3ാം സ്ഥാനത്ത് ആരുണ്ട്? പെരിയാർ, ഭാരതപ്പുഴ, പമ്പ നദിയാണ് അല്ലേ. 3ാം സ്ഥാനത്ത് ആരാണുള്ളത്? പമ്പ നദിയാണെന്ന് ഓർത്തു വെച്ചിരിക്കണം. പമ്പ നദിയാണെങ്കിൽ 176 കിലോമീറ്റർ ആണെന്ന് ഓർത്തു വെച്ചിരിക്കണം. 4ാം സ്ഥാനത്താണ് ആരുള്ളത്? നമ്മുടെ ചാലിയാർ ഉള്ളത്. ചാലിയാർ 169 കിലോമീറ്റർ ആണ് ദൈർഘ്യമുള്ളത്. ഇളമ്പാരിക്കുന്നിൽ നിന്നാണ് ഇവയുടെ ഉത്ഭവം. ചാലിയാർ കടലിനോട് അടുക്കുമ്പോൾ ബേപ്പൂർ പുഴയെന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ബേപ്പൂർ പുഴ എന്ന് അറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? ചാലിയാറാണ്. തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലുള്ള ഇളമ്പാരി മലകളിൽ നിന്നുമാണ് എന്ത് ഉത്ഭവിക്കുന്നത്? നമ്മുടെ ചാലിയാർ ഉത്ഭവിക്കുന്നത്. ഓർത്ത് വെച്ചിരിക്കണം. നമ്മുടെ ഭാരതപ്പുഴയും എന്താണ്? തമിഴ്നാട് ബേസ് ആണ് അല്ലേ. പെരിയാറും എന്താണ്? തമിഴ്നാട് ബേസാണ്. നമ്മുടെ ചാലിയാറും തമിഴ്നാട് ബേസാണ്. കേരളത്തിൽ ജലമലിനീകരണത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമാണ് ചാലിയാർ പ്രക്ഷോഭം കേട്ടോ. ചാലിയാറിലാണ് ആദ്യത്തെ ജലമലിനീകരണ പ്രക്ഷോഭം. ചാലിയാർ നദിയുമായി ബന്ധപ്പെട്ടാണ് നടന്നതെന്ന് ഓർത്തു വെച്ചിരിക്കണം. ചാലിയാർ പ്രക്ഷോഭം കേട്ടോ. കെ.എ. റഹ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിലാണ് ആദ്യത്തെ സംഘടിത ജലമലിനീകരണത്തിനെതിരെയുള്ള പ്രക്ഷോഭം കേരളത്തിൽ നടന്നത്. ഏത് നദിയുമായി റിലേറ്റ് ചെയ്താണെന്ന് ചോദിച്ചാൽ ചാലിയാർ നദിയുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ നേതാവാണ് ആര്? കെ.എ. റഹ്മാനാണ് എന്നുകൂടി ഓർത്തു വെച്ചിരിക്കണം. കോഴിക്കോടാണ് നടന്നത്. നെക്സ്റ്റ് വൺ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം ഏതാണ്? ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം കാനഡയാണ് കേട്ടോ. ഏത് രാജ്യമാണ്? കാനഡയാണ്. വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. ഒരുപാട് ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. ഇതിനിടയ്ക്കുള്ള സമയം ഇതൊക്കെ ചോദിക്കാറുണ്ട്. നോക്കാം. വേലിയേറ്റം എന്താണെന്ന് നോക്കിയേ. ചന്ദ്രന്റെയും സൂര്യന്റെയും ആകർഷണത്തിൽ സമുദ്രജലം കരയിലേക്ക് കയറി ജലനിരപ്പ് വർദ്ധിക്കുന്ന അവസ്ഥയാണ് എന്ത് പറയുന്നത്? വേലിയേറ്റം എന്ന് പറയുന്നത്. അതായത് സൂര്യന്റെ ആകർഷണ വലയം അല്ലെങ്കിൽ ചന്ദ്രന്റെ ആകർഷണ വലയത്തിൽ അവരുടെ ഒരു ഭൂമിക്ക് ഗുരുത്വാകർഷണ ബലമില്ലേ, അതുപോലെ സൗരബലവും ഉണ്ട്. എന്താണ്? ചന്ദ്രബലവും ഉണ്ട്. അതിൻ്റെ ഒരു ശക്തിയിൽ എന്ത് ചെയ്യാണ്? സമുദ്രജലം എന്ത് ചെയ്യാണ്? കൂടുകയാണ്. കരയിലേക്ക് വർദ്ധിക്കുന്നത് ആണ് എന്ത് നമ്മൾ പറയുന്നത്? വേലിയേറ്റം എന്ന് പറയുന്നത്. ചന്ദ്രന്റെയും സൂര്യന്റെയും ഗുരുത്വാകർഷണ ബലം, ഭൂമിയുടെ ഭ്രമണം എന്നിവയൊക്കെയാണ് എന്തിന് കാരണം? ഇതിന് കാരണം. ചന്ദ്രന്റെയും സൂര്യന്റെയും ബലം, പിന്നെന്താണ്? ഭൂമിയുടെ ഭ്രമണം. ഇതൊക്കെയാണ് എന്തിന് കാരണമാകുന്നത്? നമ്മുടെ വേലിയേറ്റത്തിന് കാരണമാകുന്നത്. വേലി ഇറക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വേലിയേറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ തിരിച്ചെന്ത് ചെയ്യും? ഈ ഒരു ആകർഷണം വിടുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ജലം പിൻവലിച്ച് ജലനിരപ്പ് താഴുന്ന പ്രതിഭാസത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? വേലിയിറക്കം എന്ന് വിളിക്കുന്നു. വേലിയേറ്റം പോലെ തന്നെ വേലിയിറക്കവും ദിവസവും എത്ര തവണ നടക്കുന്നുണ്ട്? 2 തവണ. അപ്പോൾ ഒരു ദിവസം 2 തവണ എന്ത് ചെയ്യുന്നുണ്ട്? വേലിയേറ്റവും 2 തവണ എന്ത് ചെയ്യാറുണ്ട്? വേലിയിറക്കവും നടക്കുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം സാധാരണ ഒരു ദിവസം 2 വേലിയേറ്റവും 2 വേലിയിറക്കവും നടക്കും. ഓർത്ത് വെച്ചിരിക്കണം. ഇവ തമ്മിലുള്ള ഒരു ഇടവേള എന്താണെന്ന് വെച്ചാൽ 12 മണിക്കൂർ 25 മിനിറ്റ് ആണ് കേട്ടോ. 12 മണിക്കൂർ
25 മിനിറ്റ് ആണ്. അപ്പോൾ രണ്ട് വേലിയേറ്റങ്ങൾക്കിടയിലുള്ള അല്ലെങ്കിൽ എന്താണ് രണ്ട് വേലിയിറക്കങ്ങൾക്കിടയിലുള്ള സമയം ചോദിച്ചാൽ എത്രയാണ്? 12 മണിക്കൂർ 25 മിനിറ്റ് ആണെന്ന് ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. അത് വളരെ ഫിക്സഡായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചേക്കേണ്ട കാര്യമാണ്. വേലിയേറ്റങ്ങൾക്കിടയിലുള്ള സമയം, രണ്ട് വേലിയേറ്റങ്ങൾക്കിടയിലുള്ള സമയം ചോദിച്ചിട്ടുള്ളതാണ് 12 മണിക്കൂർ 25 മിനിറ്റ് ആണ് എന്നത് മറന്നു പോകരുത്. നെക്സ്റ്റ് വൺ നോക്കിയേ. ഭൂമധ്യരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴ ഏതാണെന്നാണ് ചോദ്യം. ഭൂമധ്യരേഖാ പ്രദേശത്ത് പ്രധാനമായും ലഭിക്കുന്ന മഴ ഏതാണ്? നമുക്കറിയാം സംവഹന വൃഷ്ടിയാണ് അല്ലേ? ഏതാണ്? സംവഹന വൃഷ്ടിയാണ്. ഇവിടെ സംവഹന വൃഷ്ടി, പർവ്വത വൃഷ്ടി, ചക്രവാത വൃഷ്ടി, പ്രതിചക്രവാത വൃഷ്ടി, അങ്ങനെ 4 തരത്തിലുള്ള മഴയും കൊടുത്തിട്ടുണ്ട്. ദെൻ പ്രധാനമായിട്ടും ഭൂമധ്യരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴ ഏതാണ്? ചൂട് കൂടി ഉണ്ടാകുന്ന മഴയായ സംവഹന വൃഷ്ടിയാണ് അല്ലേ? നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഉത്ഭവസ്ഥാനത്തെ അടിസ്ഥാനമാക്കി നമുക്ക് മഴയെ പ്രധാനമായും 3ആയിട്ട് തരംതിരിക്കാം. സംവഹന വൃഷ്ടി, ശൈലവൃഷ്ടി അല്ലെങ്കിൽ പർവ്വത വൃഷ്ടി, അല്ലെങ്കിൽ എന്താണ് ചക്രവാത വൃഷ്ടി. നോക്കാം. സംവഹന വൃഷ്ടി, കൺവെക്ഷണൽ റെയിൻഫാൾ. ഭൂമിയുടെ ഉപരിതലം ചൂടായി മുകളിലേക്ക് ഉയരുന്ന വായു തണുത്ത് കട്ടിയായി ഇടിമിന്നലോടുകൂടി പെയ്യുന്ന മഴയാണ് ഏത്? സംവഹന വൃഷ്ടി എന്ന് പറയുന്നത്. കൂടുതലായും ഉച്ചതിരിഞ്ഞൊക്കെയാണ് സംവഹന വൃഷ്ടി സംഭവിക്കുന്നതെന്ന് കൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പൊ എന്താണ്? ഉപരിതലം ചൂടായി മുകളിലേക്ക് ഉയരുന്ന വായു തണുത്ത് പെയ്യുന്ന മഴ ാണ് എന്ത്? സംവഹന വൃഷ്ടി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വേനൽക്കാലത്തും സാധാരണയായി കാണപ്പെടുന്നു. എന്താണ്? അവിടെ ചൂടുള്ള വായു വേഗത്തിൽ ഉയർന്ന് കുമുലസ് മേഘങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു? ശക്തമായ മഴ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ നോക്കിയേ. ശൈലവൃഷ്ടി അല്ലെങ്കിൽ പർവ്വതവൃഷ്ടി. ശൈല മീൻസ് പർവ്വതം എന്നാണ് അല്ലേ? നമുക്കറിയാം. അതായത് കടലിൽ നിന്നും നീരാവി നിറഞ്ഞ കാറ്റ് കരയിലേക്ക് നീങ്ങുകയും പർവ്വത ചരിവുകളിലൂടെ ഉയർന്ന് തണുത്ത് കനീഭവിച്ച് മേഘരൂപം പ്രാപിക്കുകയും ചെയ്യുന്നു. ഈ പ്രദേശങ്ങളിൽ മഴ ലഭിക്കുകയും ചെയ്യുന്നു. അതെന്താണ്? ഈ സമുദ്രങ്ങളിൽ നിന്നും ഉയരുന്ന വായു എന്ത് ചെയ്യാണ്? പർവ്വതങ്ങളിൽ തട്ടി അവിടെ നിന്നും ഉയർന്ന് എന്ത് ചെയ്യാണ്? തണുത്ത് അവിടെ തന്നെ എന്ത് ചെയ്യാണ്? മഴയായി പെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ശൈലവൃഷ്ടി എന്ന് പറയുന്നത്. ഇത്തരത്തിലുണ്ടാകുന്ന മഴയെ പർവ്വതവൃഷ്ടി അല്ലെങ്കിൽ ശൈലവൃഷ്ടി എന്ന് വിളിക്കാം. പർവ്വതങ്ങളുടെ കാറ്റിന് പ്രതിമുഖമായ വശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതും മഴ ലഭിക്കാത്തതുമായ പ്രദേശങ്ങളെ നമുക്ക് മഴനിഴൽ പ്രദേശം എന്ന് പറയാം. ഇപ്പം ഈ ഒരു ഭാഗത്ത് ഇവിടെ ഇതൊരു പർവ്വതമാണെങ്കിൽ ഇവിടേക്ക് ഉയർന്നു വന്ന് ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? മഴ പെയ്യാൻ സാധ്യത. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെ നമ്മൾ എന്ത് വിളിക്കും? മഴനിഴൽ പ്രദേശം എന്നാണ് വിളിക്കുന്നത്. അവിടെ എന്ത് ചെയ്യാറില്ല? മഴ പെയ്യാറില്ല. ഈ പർവ്വതത്തെ തട്ടി ഈ ഒരു ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്? മഴ സംഭവിക്കുന്നത്. ദെൻ സൈക്ലോണിക് പ്രവർത്തനങ്ങൾ സൈക്ലോണിക് മഴയ്ക്ക് കാരണമാകുന്നു. അതായത് ചക്രവാത മഴയ്ക്ക് കാരണമാകുന്നു. ഇത് സൈക്ലോണിക് മഴയുടെ മുൻവശത്താണ് കൂടുതലായിട്ടും. സൈക്ലോണിക് മേഖലയുടേതാണ് കേട്ടോ. മുൻവശത്താണ് ഇത് ഉണ്ടാകുന്നത്. വ്യത്യസ്ത സാന്ദ്രത, താപനില, ഈർപ്പം എന്നിവയുള്ള 2 വായുപിണ്ഡങ്ങൾ കൂടിച്ചേരുമ്പോൾ രൂപം കൊള്ളുന്നതാണ് എന്ത്? ചക്രവാത വൃഷ്ടി എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചിരിക്കണം. വ്യത്യസ്ത സാന്ദ്രതയും വ്യത്യസ്ത താപനില, ഈർപ്പം എന്നിവയുള്ള 2 വായുപിണ്ഡങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? നമ്മുടെ ചക്രവാത വൃഷ്ടി എന്ന് പറയുന്നത്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ശൈലവൃഷ്ടിയും സംവഹന വൃഷ്ടിയുമാണ്. ഇത് രണ്ടും എന്ത് ചെയ്തിരിക്കണം? പഠിച്ചു വെച്ചിരിക്കണം. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന വൃഷ്ടിയാണ് ഏത്? സംവഹന വൃഷ്ടി എന്ന് ഓർത്ത് വെച്ചിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൺസൂൺ കാലത്തിന് മുൻപ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ ഏതാണ്? മൺസൂണിന് തൊട്ട് മുമ്പായിട്ട് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ ചിനൂക്കാണോ, മാംഗോ ഷവർ ആണോ, അക്കാൽ ബൈശാലി ആണോ, ലൂ ആണോ? വേനൽക്കാലം, അതായത് നമ്മുടെ ഈ മൺസൂൺ കാലം, അതായത് നമ്മുടെ മൺസൂൺ വരുമ്പോൾ എന്താണ്? ജൂലൈ ടു സെപ്റ്റംബർ ആണ് നമ്മുടെ മൺസൂൺ ആയിട്ട് വരുന്നത് അല്ലേ? അതിന് മുൻപായിട്ട് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴയാണ് ഏത്? മാംഗോ ഷവർ അല്ലേ? കേരളത്തിൽ മാത്രമല്ല കേരളം, കർണാടക എന്നീ പ്രദേശങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് അല്ലെങ്കിൽ ഉഷ്ണമഴയെ നമ്മൾ എന്ത് വിളിക്കുന്നു? മാംഗോ ഷവർ എന്ന് വിളിക്കുന്നു കേട്ടോ. ഓർത്ത് വെച്ചിരിക്കണം. നോർവെസ്റ്റർ കാൽബൈശാലി എവിടെയാണെന്ന് നമുക്കറിയാം. ബംഗാളിൽ വീശുന്ന ഒരു കാറ്റാണ് ഏത്? കാൽബൈശാലി. ഉത്തരേന്ത്യൻ പ്രദേശങ്ങളാണ് ഏത്? ലൂ ഒക്കെ വീശുന്നത്. നോക്കാം. കാറ്റിനെ കുറിച്ചുള്ള പഠനശാഖ ഏതാണ്? അതിൻ്റെ പേരാണ് അനിമോളജി. ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ എന്ന് പറയുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റുകളാണ് ഏത്? ലൂ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു ഇല്ലേ? ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഏത്? ലൂ എന്നത്. അനിമോളജിയാണ് കാറ്റിനെ കുറിച്ചുള്ള പഠനശാഖ.
അതായത് പ്രാദേശികവാദങ്ങൾ എല്ലായ്പ്പോഴും അവ വീശുന്ന ആ ഒരു പ്രദേശത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വീശുകയുള്ളൂ. അപ്പം ഒരു പ്രത്യേക പ്രദേശത്ത് വീശുന്നതിനാലാണ് നമ്മൾ അവയെ പ്രാദേശികവാദങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ കേരളം, കർണാടക മേഖലകളിൽ മൺസൂണിന് മുൻപായി വീശുന്ന വേനൽക്കാറ്റാണ് ഏത്, അല്ലെങ്കിൽ വേനൽ മഴയാണ് ഏത്, നമ്മുടെ മാംഗോ ഷവർ എന്ന് പറയുന്നത്. മാംഗോ ഷവർ എന്ന പേര് കിട്ടാൻ കാരണം തന്നെ എന്താണെന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ മാങ്ങ പാകമാകുന്നതിന് സഹായിക്കുകയും മാങ്ങ പൊഴിയാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു കാറ്റാണ് ഏത്, മാംഗോ ഷവർ എന്നത് ഓർത്ത് വെച്ചിരിക്കണം. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റാണ് ഏത്, ലൂ എന്നത് ഓർത്ത് വെച്ചിരിക്കണം. വേനൽക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദം മാംഗോ ഷവർ. ഈ കാറ്റിന്റെ ഫലമായി മാമ്പഴങ്ങൾ പൊഴിയുന്നതിനാലാണ് ഇവയ്ക്ക് ഈ പേര് ലഭിച്ചത്. ആഫ്രിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്ത് വീശുന്ന ഡോക്ടർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു കാറ്റാണ് ഏത്, ഹർമറ്റൺ. ഓർത്ത് വെച്ചിരിക്കണം, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഹർമറ്റൺ എന്ന് പറയുന്ന കാറ്റ്, ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന കാറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണത്, അത് ഹർമറ്റൺ ആണ്. ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരങ്ങളിലാണ് ഹർമറ്റൺ എന്ന് പറയുന്ന കാറ്റ് വീശുന്നത് എന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഇതൊരു പ്രാദേശികവാദമാണ്. നെക്സ്റ്റ് വൺ, സ്പെയിനിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വീശുന്ന സസ്യജാലങ്ങളെ ഏറ്റവും അധികം ദോഷകരമായി ബാധിക്കുന്ന കാറ്റാണ് ഏത്, മിസ്ട്രൽ. കേട്ടോ, കാറ്റിന്റെ പേരെന്താണ്, മിസ്ട്രൽ. മിസ്ട്രൽ എവിടെയാണ്, സ്പെയിനിലാണെന്ന് ഓർത്ത് വെച്ചിരിക്കണം. വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതനിരയിൽ വീശുന്ന കാറ്റാണ് ഏത്, ചിനൂക്ക് എന്ന് പറയുന്നത് അല്ലേ. ചിനൂക്ക് എവിടെയാണ്, റോക്കീസ് പർവ്വതനിരയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളതാണ്. വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതനിരയുമായി ബന്ധപ്പെട്ട് വീശുന്ന കാറ്റാണ് ഏത്, ചിനൂക്ക് എന്ന് പറയുന്ന കാറ്റ്. അർത്ഥം മഞ്ഞു തിന്നുന്നവൻ എന്നാണ്. ചിനൂക്ക്, മഞ്ഞു തിന്നുന്നവൻ. യൂറോപ്പിലെ ആൽപ്സ് പർവ്വതനിരയുടെ വടക്കേ ചരിവിലൂടെ വീശുന്ന കാറ്റാണ് ഏത്, ഫൊന്ന് എന്നത്. കേട്ടോ, മുന്തിരിക്കുലകൾ പാകമാകാൻ സഹായിക്കുന്ന ഒരു കാറ്റാണ് ഏത്, ഫൊന്ന്. യൂറോപ്പിലെ ആൽപ്സ് പർവ്വതനിരയുടെ വടക്കൻ ചരിവിലൂടെ വീശുന്ന കാറ്റാണ് ഏത്, ഫൊന്ന് എന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഫൊന്ന് എന്ന കാറ്റ് മുന്തിരിക്കുലകൾ പാകമാകാൻ സഹായിക്കുന്ന കാറ്റാണ്. ഇതെല്ലാം പ്രാദേശികവാദങ്ങളാണേ. പാകമാകാൻ സഹായിക്കുന്നു. ഈ പ്രാദേശികവാദങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാലും ഓർത്ത് വെച്ചിരിക്കണം. ഇപ്പം നമ്മൾ കുറച്ച് പഠിച്ചില്ലേ, മിസ്ട്രൽ, ഹർമറ്റൺ, പിന്നെ ഏതാണ്, ഫൊന്ന്, ചിനൂക്ക്, പിന്നെ നമ്മൾ പഠിച്ച നമ്മുടെ മാംഗോ ഷവർ, ഹർമറ്റൺ, നോർവെസ്റ്റർ, ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്, ഇതൊക്കെ പ്രാദേശികവാദങ്ങൾക്ക് ഉദാഹരണമാണ് കേട്ടോ. നോർവെസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കാൽബൈശാലി. കേട്ടോ, കാൽബൈശാലി, ബംഗാളിൽ നോർവെസ്റ്റർ എന്ന് പറയുന്ന കാറ്റിനെയാണ് എന്ത്, കാൽബൈശാലി എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ പ്രാദേശികവാദത്തിന് ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏത് മാപ്പിലാണ് കോണ്ടൂർ കാണാൻ കഴിയുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേട്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കോണ്ടൂർ രേഖകളെ, കോണ്ടൂർ മാപ്പിനെ പറ്റിയില്ലേ. അപ്പോൾ കോണ്ടൂർ രേഖകൾ കാണാൻ കഴിയുന്ന മാപ്പ് ഏതാണെന്ന് വെച്ചാൽ അത് ടോപ്പോഗ്രാഫിക്കൽ മാപ്പാണ്. കേട്ടോ, ടോപ്പോഗ്രാഫിക്കൽ മാപ്പിലാണ് ഇത് കാണാൻ പറ്റുന്നത് എന്ന് ഓർത്ത് വെച്ചിരിക്കണം. കേട്ടോ, ഭൂമിശാസ്ത്രപരമായ മാപ്പിലാണ് എന്ത് കാണാൻ പറ്റുന്നത്, കോണ്ടൂർ കാണാൻ പറ്റുന്നത് എന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോണ്ടൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പറഞ്ഞതാണ്, കോണ്ടൂർ ലൈൻസിന്റെ പ്രത്യേകതകളും സവിശേഷതകളൊക്കെ. നെക്സ്റ്റ് വൺ, തന്നിരിക്കുന്നവയിൽ വേമ്പനാട്ട് കായലിൽ പതിക്കാത്ത നദി ഏതാണെന്നാണ് ചോദ്യം. പമ്പയുണ്ട്, അച്ചൻകോവിലുണ്ട്, മൂവാറ്റുപുഴയുണ്ട്, ഭാരതപ്പുഴയുണ്ട് എന്നീ 4 നദികൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വേമ്പനാട്ട് കായലിൽ പതിക്കാത്ത നദി ഏതാണെന്നാണ് കേട്ടോ. ഇതിനകത്ത് ഭാരതപ്പുഴയാണ് എന്ത് ചെയ്യുന്നത്, വേമ്പനാട്ട് കായലിൽ പതിക്കാത്തത്. ഇത് പൊന്നാനിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, അറബിക്കടലിൽ നേരിട്ട് പതിക്കുകയാണ് അല്ലേ. പൊന്നാനിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ഭാരതപ്പുഴ അറബിക്കടലിൽ അങ്ങ് പതിക്കുകയാണെന്ന് ഓർത്ത് വെച്ചിരിക്കണം. കേട്ടോ, പശ്ചിമഘട്ടത്തിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഭാരതപ്പുഴ കേരളത്തിലൂടെ 209 കിലോമീറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, ഒഴുകുന്നത്. എത്രയാണ്, 209 കിലോമീറ്റർ. ദെൻ എന്താണെന്ന് ചെയ്യുന്നത്, പൊന്നാനിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, മലപ്പുറം പൊന്നാനിയിൽ വെച്ചിട്ട് ഇത് എവിടെ പതിക്കുന്നു, നമ്മുടെ അറബിക്കടലിൽ പതിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഓർത്ത് വെച്ചിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാന ബലം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേട്ടോ, ഭൂമിയുടെ ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനം ഇല്ലേ, ഫലക ചലന സിദ്ധാന്തമൊക്കെ നമ്മൾ ആൽഫ്രഡ് വെഗ്നറുടെയൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. നോക്കിയേ, ഭൂമിയുടെ ഉൾഭാഗത്ത് നിന്നുള്ള സംവഹന പ്രവാഹം, വേലിയേറ്റം, സൗരക്കാറ്റ്, കാന്തിക ബലം ഇല്ലേ, വേലിയേറ്റം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. നോക്കിയേ, ഫലക ചലനത്തിന് കാരണമാകുന്നത് എന്താണ്, ഭൂമിയുടെ ഉൾഭാഗത്ത് നിന്നുള്ള സംവഹന പ്രവാഹമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ചലനത്തിനൊക്കെ കാരണമാകുന്ന ആസ്തനോസ്ഫിയറിന്റെ ഒരു മൂവ്മെന്റ് ആണ് കേട്ടോ. ആസ്തനോസ്ഫിയറിന്റെ മൂവ്മെന്റ് ആണ് ഫലക ചലനത്തിനെയൊക്കെ സഹായിക്കുന്നത്. ഭൂമിയുടെ ഉൾഭാഗത്തുള്ള സംവഹന പ്രവാഹമാണ് എന്തിന്
എന്തിന് കാരണം? ഫലകചലനത്തിന് സഹായിക്കുന്നത്. ഭൂമിയുടെ മാൻഡിൽ നടക്കുന്ന സംവഹന പ്രവാഹങ്ങളാണ് ഭൂവൽക്കത്തിലെ ഫലകങ്ങൾ നീങ്ങാൻ കാരണമാകുന്നത്. അതായത് ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ ചലനത്തിന് കാരണമാകുന്നത്. ഭൂകമ്പം, അഗ്നിപർവ്വത മലനിരകൾ, ഗർത്തങ്ങൾ തുടങ്ങിയ ഭൗമവൈജ്ഞാനിക സംഭവങ്ങളും ഇത് എന്താണ് ഉണ്ടാകുന്നതിന് കാരണമാകുന്നത് എന്താണ്? ഈ ഫലക ചലനമാണ് അല്ലേ? ഫലകങ്ങൾ ചലിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതൊക്കെ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്, അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാകുന്നത്, എന്താണ് മലനിരകൾ ഉണ്ടാകുന്നത്. നമ്മുടെ ഹിമാലയമൊക്കെ നമുക്കറിയാം ഇല്ലേ? എന്താണ് രണ്ട് ഫലകങ്ങൾ കൂട്ടിയിടിച്ചതിൻ്റെ ഫലമായിട്ടാണ് എന്ത് ഹിമാലയൻ പർവ്വതനിരയൊക്കെ രൂപപ്പെട്ടതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സമുദ്രഗർത്തങ്ങൾ രൂപപ്പെടുന്നതും എന്താണ്? ഈ ഫലക ചലനങ്ങൾ മൂലമാണ്. ഫലക ചലനങ്ങൾ 3 തരത്തിലാണുള്ളത്. എന്താണ്? ആ 3 തരത്തിലുള്ള ഫലക ചലനങ്ങൾ ഓരോന്നും നമുക്ക് എന്ത് ചെയ്യണം? പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ എന്നിങ്ങനെയുള്ള ഒരു 3 തരത്തിലുള്ള എന്താണ് അവരുടെ ഒരു കൺവെൻഷൻ കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഭൂകമ്പങ്ങളും അഗ്നിപർവ്വതങ്ങളും എന്താണ് മലനിരകളും ഒക്കെ രൂപപ്പെടുന്നത്. സംയോജക സീമയുടെ ഫലമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 2 ഫലങ്ങൾ കൂട്ടിയിടിച്ച് എന്തുണ്ടായത്? നമ്മുടെ ഹിമാലയ പർവ്വതനിരയൊക്കെ ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്ത് ചെയ്തിരിക്കണം? ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമുദ്ര ഊഷ്മാവ് സാധാരണ നിലയിൽ നിന്നും ഉയരുന്നതിന് കാരണമാകുന്നത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാരണമാകുന്നത് ഘടകം ഏതാണെന്നാണ് ചോദ്യം. സമുദ്ര ഊഷ്മാവ് സാധാരണ നിലയിൽ നിന്നും, സമുദ്രത്തിൻ്റെ ഊഷ്മാവ് സാധാരണ നിലയിൽ എത്രയാണോ അതിൽ നിന്നും കൂടാൻ കാരണമാകുന്നത് എന്താണ്? ഇന്റർ ട്രോപ്പിക്കൽ കൺവർജൻസ് സോൺ, നമ്മുടെ ഇക്വാറ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മേഖലയാണല്ലേ, അത് കാരണമാണോ? എൽനിനോ, ഇതൊരു പ്രതിഭാസമാണ്, അത് കാരണമാണോ? ലാനിനോ, ഇതും ഒരു പ്രതിഭാസമാണ്, ഇത് കാരണമാണോ? കോറിയോലിസ് പ്രഭാവം കാരണമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ITCZ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്റർ ട്രോപ്പിക്കൽ കൺവർജൻസ് സോൺ എന്ന് പറയുന്നത് അതൊരു ഏരിയ ആണ്, ഒരു മേഖലയാണ്, നമ്മുടെ ഇക്വാറ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മേഖലയാണത്. നെക്സ്റ്റ് വൺ എൽനിനോ, ഉണ്ണിയേശു എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ് ഏത്? എൽനിനോ എന്ന് പറയുന്നത്. എൽനിനോയ്ക്ക് ശേഷം വരുന്ന മറ്റൊരു പ്രതിഭാസമാണ് ലാനിന. ചെറിയ പെൺകുട്ടി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം, ലാനിന എന്ന് പറയുന്നത്. ഇത് രണ്ടും എന്താണ്? 2 പ്രതിഭാസങ്ങളാണ് കേട്ടോ. സമുദ്രത്തിൽ ഉണ്ടാകുന്ന 2 പ്രതിഭാസങ്ങൾ. ഇതിനകത്ത് എൽനിനോ എന്ന് പറയുന്ന പ്രതിഭാസം കാരണമാണ് എന്തുണ്ടാകുന്നത്? സമുദ്ര ഊഷ്മാവ് സാധാരണ നിലയിൽ നിന്നും ഉയരുന്നത് എന്ന് ഓർത്തു വെച്ചിരിക്കണം കേട്ടോ. എൽനിനോ എന്ന പ്രതിഭാസം കാരണമാണ്. നെക്സ്റ്റ് വൺ കോറിയോലിസ് പ്രഭാവമാണ്. കാറ്റിന്റെ ദിശയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഇത്, കോറിയോലിസ് പ്രഭാവം. അതിന്റെ സമുദ്രത്തിന് യാതൊരുവിധ ബന്ധവും ഇല്ല. കോറിയോലിസ് പ്രഭാവം കാറ്റിന്റെ ദിശ മായി ബന്ധപ്പെട്ട ഒരു പ്രഭാവമാണ്, അല്ലെങ്കിൽ എന്താണ് ഒരു പ്രതിഭാസമാണ് ഇത് കോറിയോലിസ് പ്രഭാവം എന്ന് പറയുന്നത് കേട്ടോ. ഇവിടുത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ എൽനിനോയാണെന്ന് ഓർത്തു വെച്ചിരിക്കണം. നോക്കാം. എൽനിനോ, ഉണ്ണിയേശു. പസഫിക് സമുദ്രത്തിന്റെ ഭൂമധ്യരേഖാ പ്രദേശത്ത് കടലിന്റെ ഉപരിതലത്തിലെ താപനില അസാധാരണമായി ഉയരുന്ന ഒരു ആഗോള കാലാവസ്ഥാ പ്രതിഭാസമാണ് എന്ത്? എൽനിനോ എന്ന് പറയുന്നത്. സാധാരണ കിഴക്കൻ കാറ്റുകളെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇത് എവിടെയാണ്, എങ്ങനെയാണെന്ന് ഓർത്താൽ പസഫിക് സമുദ്രത്തിലാണ്, ഭൂമധ്യരേഖാ പ്രദേശത്താണ്. കടലിന്റെ ഉപരിതലത്തിലെ താപനില അസാധാരണമായി വർദ്ധിക്കുകയാണ് എൽനിനോയിൽ സംഭവിക്കുക എന്നുകൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കണം. ഇന്ത്യയിൽ മൺസൂൺ ദുർബലമാകുന്നതിനും വരൾച്ചയ്ക്കും ആര് കാരണമാകുന്നുണ്ട്? എൽനിനോ കാരണമാകുന്നുണ്ട്. അപ്പം ഈ എൽനിനോ എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമ്മുടെ എവിടെയും ബാധിക്കുന്നുണ്ട്, ഇന്ത്യയിലും ബാധിക്കുന്നുണ്ട് അല്ലേ. ഇന്ത്യയിലെ മൺസൂണിനെ ദുർബലപ്പെടുത്താനും നമുക്കൊരു വരൾച്ച ഉണ്ടാക്കാനും ആര് കാരണക്കാരനാകാറുണ്ട്? എൽനിനോ കാരണക്കാരാണ്. എൽനിനോയുടെ പിൻവാങ്ങലോടുകൂടി ഉണ്ടാകുന്ന മറ്റൊരു പ്രതിഭാസമാണ് ലാനിന എന്ന് കൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കണം. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത ഏതാണ്? നമുക്കറിയാം ബേപ്പൂർ തിരൂർ, നമ്മൾ എപ്പോഴും കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഒരു ചോദ്യമാണോ ഇല്ലേ? ബേപ്പൂർ തിരൂരാണ് അല്ലേ. 1861 വന്ന ബേപ്പൂർ തിരൂരാണ് എന്ത് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ, നമുക്കെല്ലാവർക്കും അറിയാം. നെക്സ്റ്റ് വൺ, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന കേരളത്തിലെ പ്രധാന ജലപാത ഏതാണ്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്നത് നാഷണൽ വാട്ടർവേ 3 ആണ് അല്ലേ. ഏതാണ്? നാഷണൽ വാട്ടർവേ 3 ആണ്, NW3. NW3 ആദ്യകാലങ്ങളിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് എങ്കിൽ നിലവിൽ കോട്ടപ്പുറം വരെയായിരുന്നു ആദ്യകാലങ്ങളിൽ. നമ്മൾ കൊല്ലം കോട്ടപ്പുറം എന്ന് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. കൊല്ലം കോട്ടപ്പുറമാണ്. എന്നാൽ നിലവിൽ ഇത് കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ട് കേട്ടോ. എവിടെ വരെയാണ്? കോഴിക്കോട് വരെ എന്ത് ചെയ്തിട്ടുണ്ട്? കോഴിക്കോടല്ല, കോഴിക്കോട് കേട്ടോ. കോഴിക്കോട് വരെ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? നീട്ടിയിട്ടുണ്ട് എന്ന് കൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. NW1 ഉം 2 അറിയാമോ? NW1 നമുക്കറിയാം
NW1. ഇവിടെ ഗംഗാ നദിയുമായി ബന്ധപ്പെട്ടില്ലേ, ഹാൽഡിയ മുതൽ അലഹബാദ് വരെ കേട്ടോ, അല്ലെങ്കിൽ പ്രയാഗ് വരെ എന്നൊക്കെ പഠിക്കാം. അലഹബാദ്, പ്രയാഗ്രാജ് വരെ. NW1 നാഷണൽ വാട്ടർവേ 1. ഇനി NW2 ഉണ്ട്. NW2 ബ്രഹ്മപുത്ര നദിയിലാണ്, സാദ്യ ധൂബ്രി ആണ് കേട്ടോ. സാദ്യ മുതൽ ധൂബ്രി വരെയാണ്. നദി ഏതാണ് NW2ന്റെ? ബ്രഹ്മപുത്ര നദിയാണ്, ബ്രഹ്മപുത്ര. NW2 കേട്ടോ, ബ്രഹ്മപുത്ര നദിയാണ്. എവിടെ മുതൽ എവിടെ വരെയാണ്? സാദ്യ മുതൽ ധൂബ്രി വരെ കേട്ടോ. NW3 ആണ് കേരളത്തിൽ എവിടെ? കൊല്ലം മുതൽ കൂട്ടപ്പുറം വരെ എന്ന് ഓർത്തു വെച്ചിരിക്കണം കേട്ടോ. അപ്പൊ എന്താണ്? അലഹബാദ്, ഹാൽഡിയ NW1, സാദ്യ ധൂബ്രി NW2, NW3 കൊല്ലം, കോഴിക്കോട് കേട്ടോ. കൊല്ലം, കോഴിക്കോട്. സെറ്റാണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങൾ ഏതാണ്? മൺസൂൺ വനങ്ങൾ എന്ന് അറിയപ്പെടുന്നത് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെയാണ് കേട്ടോ. ഇന്ത്യയിൽ വ്യാപകമായി കാണപ്പെടുന്ന ഒരു വനമാണേത്? മൺസൂൺ വനങ്ങൾ അല്ലെങ്കിൽ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. നമുക്കറിയാം ഉഷ്ണമേഖല നിത്യഹരിത വനത്തിന് ഉദാഹരണമാണേത്? നമ്മുടെ സൈലന്റ് വാലി ഇല്ലേ, നമ്മുടെ സൈലന്റ് വാലി എന്നും ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. കടലോര ചതുപ്പ് നിലവനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ, ഇഷ്ടം പോലെ ഉണ്ട് ഇല്ലേ. നമ്മുടെ മാംഗ്രൂവ് ഫോറസ്റ്റ് ഒക്കെ അതിന് ഉദാഹരണങ്ങളാണ് ഇത്, കടലോര ചതുപ്പ് നിലവനങ്ങൾക്ക് ഉദാഹരണം. പിന്നെ പർവ്വത വനങ്ങളുണ്ട്, പർവ്വത മേഖലയുമായി ബന്ധപ്പെട്ട പർവ്വത വനങ്ങളുണ്ട്. പർവ്വത വനങ്ങൾ നമ്മൾ എന്താണ്, നമ്മുടെ നോർത്തേൺ സൈഡിലൊക്കെ നമുക്ക് പർവ്വത വനങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ ചോദിച്ചിരിക്കുന്ന മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്ന ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങൾ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ് എന്നുകൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബംഗാളിലും ആസാമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റ് ഏതാണെന്നാണ് ചോദ്യം. ഇതൊരു പ്രാദേശിക വാദമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇല്ലേ. പേര് പറഞ്ഞിട്ടുണ്ട്, കൃത്യമായ പ്രദേശത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ബംഗാൾ, അസം എന്ന് പറഞ്ഞിരുന്നു ഇല്ലേ. അപ്പം ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഇടിമിന്നലോടുകൂടി ബംഗാളിലും ആസാമിലുമൊക്കെ പെയ്യുന്ന മഴയുടെ പേര് കാൾ ബൈശാലി എന്നാണ് അല്ലേ. ഏതാണ്? കാൾ ബൈശാലി എന്നാണ്. ഇവിടെ നോർവെസ്റ്റർ ആണ് കേട്ടോ, നോർവെസ്റ്റർ. ഈ നോർവെസ്റ്ററിനെ പ്രാദേശിക ആ ഒരു പ്രദേശങ്ങളിൽ, അതായത് പ്രത്യേകിച്ച് എവിടെയാണ്? ബംഗാളിൽ വിളിക്കുന്ന പേരാണ് എന്ത്? കാൾ ബൈശാലി. കേട്ടോ. അപ്പൊ ഈ പേര് പ്രാദേശികവാദത്തിന്റെ പ്രോപ്പർ നെയിം എന്താണെന്ന് ചോദിച്ചാൽ നോർവെസ്റ്റർ ആണ്. അതാണ് ഇവിടെ ഓപ്ഷനിലും കൊടുത്തിരിക്കുന്നത്. പിന്നെന്താണ്? ഇതിന് ബംഗാളിൽ വിളിക്കുന്ന പേരാണ് എന്ത്? കാൾ ബൈശാലി. കാൾ ബൈശാലി എന്ന പേരിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മളെല്ലാം നേരത്തെ പറഞ്ഞ പ്രാദേശികവാദങ്ങളെല്ലാം ഉണ്ട്. ഉത്തരേന്ത്യയിൽ വീശുന്നത് ലൂ കൊടുത്തിട്ടുണ്ട്. മാംഗോ ഷവർ കേരള കർണാടകയിലാണെന്ന് പറഞ്ഞു. ബ്ലോസം ഷവർ കർണാടകയിലാണ് കേട്ടോ. ബ്ലോസം ഷവർ കർണാടകയിലാണ്. ഈ മാംഗോ ഷവറിന്റെ ഒരു ബന്ധുവായിട്ട് വരുന്ന ഒന്നാണ് ബ്ലോസം ഷവർ. കാപ്പിക്കുലകളൊക്കെ പാകമാകാൻ സഹായിക്കുന്നതെന്നാണ് ബ്ലോസം ഷവർ. നെക്സ്റ്റ് വൺ നോർവെസ്റ്റർ ആണ്. നോർവെസ്റ്റർ, കാൾ ബൈശാലി രണ്ടും ഒരാൾ തന്നെയാണ്, നോർത്ത് വെച്ചിരിക്കണം. ബംഗാളിയാളുടെ ബംഗാളുകാർ അവരുടെ സ്വന്തം ഭാഷയിൽ ഇയാളെ കാൾ ബൈശാലി എന്നങ്ങ് വിളിക്കും. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉത്തരമഹാസമതലത്തിൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? മണ്ണിനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മണ്ണിനം ഇല്ലേ. ഉത്തരമഹാസമതലങ്ങളിൽ അല്ലെങ്കിൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മുടെ സമതലങ്ങളാണ് നമ്മളുടെ എന്താണ്, നമ്മുടെ ധാന്യപ്പുര എന്ന് പറയുന്നത് ഇല്ലേ. നമ്മുടെ ഉത്തരമഹാസമതലമാണ് നമ്മുടെ ധാന്യപ്പുര എന്ന് പറയുന്നത്. അവിടെ ധാരാളമായി അല്ലെങ്കിൽ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായി കാണപ്പെടുന്ന മണ്ണാണ് ഏത്? എക്കൽ മണ്ണാണ് അല്ലേ. ഉത്തരമഹാസമതലത്തിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ഏത്? എക്കൽ മണ്ണ് എന്ന് ഓർത്തു വെച്ചിരിക്കണം കേട്ടോ. ഏതാണ്? എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണാണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അലൂവിയൽ സോയിൽ. ഓക്കെ. ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവായി പർവ്വത മണ്ണും വനമണ്ണും കാണപ്പെടുന്നുണ്ട്. ഹിമാലയത്തിന്റെ ഭാഗത്താണ് പർവ്വത മണ്ണും വനമണ്ണും കാണപ്പെടുന്നുണ്ട്. പർവ്വത പരിസ്ഥിതി അനുസരിച്ച് മണ്ണിന്റെ ഘടനയിലും എന്താണ്, തരി വലുപ്പത്തിലും വ്യത്യാസമുണ്ടായിരിക്കും. താഴ്വാരങ്ങളിൽ നേർത്ത തരികളോട് കൂടിയതും ജൈവാംശം കൂടുതലുള്ളതുമായ മണ്ണാണ് കാണപ്പെടുന്നത്. ഉയർന്ന ചരിവുകളിൽ വലിയ തരികളോട് കൂടിയ ജൈവാംശം കുറഞ്ഞ മണ്ണായിരിക്കും കാണാനായിട്ട് സാധിക്കുന്നത്. ആ ടെക്സ്റ്റിനകത്തെ പോയിന്റ്സ് ആണ്. താഴ്വരകളിൽ എക്കൽ മണ്ണിന്റെ നിക്ഷേപമാണ് പ്രധാനമായും കാണപ്പെടുന്നത്. അപ്പൊ താഴ്വരങ്ങളിൽ എന്താണ്, സമതല പ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ എക്കൽ മണ്ണിന്റെ നിക്ഷേപമാണ് കാണപ്പെടുന്നത്. കാശ്മീർ താഴ്വരകളിലെ
ഹിമാനികളിൽ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ് എന്ന് പറയുന്നത്. കരേവാസ് അവസാദ മണ്ണാണല്ലേ കരേവാസ്. കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും കരാവ മണ്ണാണ്. കരേവ മണ്ണ്, കരാവു അല്ല കരേവായാണ് കേട്ടോ. കരേവ മണ്ണാണ്. കരേവ മണ്ണ് കാശ്മീർ മേഖലകളിലാണ് കാണപ്പെടുന്നത്. പർവ്വതത്തിന്റെ തീരങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, അല്ലെ ഹിമാനികളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കരേവ മണ്ണ് കാണപ്പെടുന്നത്. കറുത്തിങ്ങനെ കിടക്കുന്ന ഒരു തരം മണ്ണാണ് കേട്ടോ. ഇവ കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമാണെന്ന് നമ്മൾ പറഞ്ഞു. കേരളത്തിൽ ധാരാളമായി കാണപ്പെടുന്ന ഏതാണ്, ലാറ്ററൈറ്റ് മണ്ണാണ് അല്ലേ. നമ്മുടെ റബ്ബർ, കാപ്പി എന്നിവയുടെയൊക്കെ കൃഷിക്ക് അനുയോജ്യമായ ഒരു മണ്ണാണ് ഏത്, ലാറ്ററൈറ്റ് മണ്ണ് എന്ന് പറയുന്നത് കേട്ടോ. കേരളത്തിൽ ധാരാളമായിട്ട് അല്ലെ തമിഴ്നാട്ടിലും ധാരാളമായിട്ട് കാണപ്പെടുന്ന മണ്ണ് ഏതാണെന്ന് വെച്ചാൽ ഏതാണ്, ഈ ചെമ്മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണെന്ന് ഓർത്തു വെച്ചിരിക്കണം. അയൺ ഓക്സൈഡിന്റെ കണ്ടന്റ് കൂടുതലാണ് കേട്ടോ അതിനകത്ത്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതാണ്, ഡെക്കാൻ പീഠഭൂമിയാണ് അല്ലേ. കുറച്ച് പീഠഭൂമിയുടെ പേര് കൊടുത്തിട്ടുണ്ട്. ടിബറ്റൻ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗത്ത് കാണപ്പെടുന്നു ഇല്ലേ. മാൽവ പീഠഭൂമിയാവാം വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് കാണപ്പെടുന്നു. പിന്നെ തെക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന വളരെ വിശാലമായ ഒരു പീഠഭൂമിയാണ്. അതുപോലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഭൂമി, ഏറ്റവും പഴക്കം ചെന്ന പ്രദേശം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഏതിനെയാണ്, ഡെക്കാൻ പീഠഭൂമിയാണെന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഉപദ്വീപീയ പീഠഭൂമി ഏറ്റവും പഴക്കം ചെന്നത്. അതിനകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശമാണ് ഇത്, ഡെക്കാൻ പീഠഭൂമി എന്നതുകൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഏത്, ഡെക്കാൻ പീഠഭൂമി. നർമ്മദാ നദിയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ത്രികോണാകൃതിയിലുള്ള ഭൂപ്രദേശമാണ്. നർമ്മദാ നദി കിഴക്ക് നിന്നും പടിഞ്ഞാറേക്ക് ഒഴുകുന്നു അല്ലേ. ആ നർമ്മദാ നദിയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്, നമ്മുടെ ഡെക്കാൻ പീഠഭൂമി കാണപ്പെടുന്നത് എന്ന് ഓർത്തു വെച്ചിരിക്കണം കേട്ടോ. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഉയർന്ന് കിഴക്കോട്ട് ചെറുതായി ചരിഞ്ഞതുമാണ്. അപ്പൊ പടിഞ്ഞാറൻ ഭാഗം ഉയർന്നും കിഴക്കൻ ഭാഗത്തോട്ട് ചെറുതായ ഒരു ചരിവുള്ളതാണ് എന്ത്, നമ്മുടെ ഡെക്കാൻ പീഠഭൂമി എന്നുകൂടി ഓർത്തു വെച്ചിരിക്കണം. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗം ഉയർന്നതും കിഴക്കൻ ഭാഗത്തേക്കാണ് സ്ലോപ്പ് എന്ന് ഓർത്തു വെച്ചിരിക്കണം. നർമ്മദാ നദിയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് ഇത് കാണപ്പെടുന്നതെന്നും ഓർത്തു വെച്ചിരിക്കണം. നെക്സ്റ്റ് വൺ, കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്രയാണ് എന്നാണ് ചോദ്യം. കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ലകൾ എത്രയാണ്, 9 എണ്ണമാണ് അല്ലേ. 9 ജില്ലകൾക്കും എന്തുണ്ട്, കടൽ തീരമുള്ള. 5 എണ്ണത്തിനാണ് എന്തില്ലാത്തത്, കടൽ തീരമില്ലാത്തത്. കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്, നമ്മുടെ പാലക്കാട്, കോട്ടയം, ഇടുക്കി, വയനാട്, പത്തനംതിട്ട ഇല്ലേ. വയനാട്, പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്, ഇടുക്കി എന്നീ 5 ജില്ലകൾക്ക് കേരളത്തിൽ എന്തില്ല, കടൽ തീരമില്ല. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകൾ എത്രയാണെന്ന് ചോദിച്ചാൽ 9 എണ്ണമാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ചോദിച്ചാൽ ഏതാണ്, അത് കണ്ണൂരാണ്. 82 കിലോമീറ്റർ ആണ് കണ്ണൂര്. കുറവാണെങ്കിലോ നമ്മുടെ കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയിലാണെങ്കിലോ 38 കിലോമീറ്റർ ആണുള്ളത്. നെക്സ്റ്റ് വൺ, ചുവടെ തന്നിരിക്കുന്നവയിൽ വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇടുക്കി ജില്ലയിൽ അല്ലാത്ത വന്യജീവി സങ്കേതം ഏതാണെന്നാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് വൺ കുറിഞ്ഞിമലയാണ്. കുറിഞ്ഞിമല വൈൽഡ് ലൈഫ് സാങ്ച്വറി ഒക്കെ എന്താണ്, ഇടുക്കി ജില്ലയിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കുറിഞ്ഞിപ്പൂനെ കാണാനൊക്കെ നമ്മൾ ഇടുക്കിയിലേക്കാണ് പോകുന്നത് അല്ലേ. നീലക്കുറിഞ്ഞിയും കരിങ്കുറിഞ്ഞിയും ഒക്കെ ഉണ്ട്. നെക്സ്റ്റ് വൺ ചിന്നാർ. അടുത്ത ഏതാണ്, ചിന്നാറും എവിടെ തന്നെയാണ്, ഇടുക്കിയാണ് കേട്ടോ. ചാമ്പൽ മലയണ്ണാനെയൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു വന്യജീവി സങ്കേതമാണ് ഇത്, ചിന്നാർ വന്യജീവി സങ്കേതം. ചിന്നാർ വന്യജീവി സങ്കേതവും ഇടുക്കി ജില്ലയിലാണ്. നെക്സ്റ്റ് വൺ പെരിയാർ വന്യജീവി സങ്കേതമാണ് അല്ലേ. പെരിയാർ വന്യജീവി സങ്കേതവും എവിടെ തന്നെയാണ്, ഇടുക്കി ജില്ലയിലാണ് അല്ലേ. കടുവ, ആന എന്നിവയ്ക്കൊക്കെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വന്യജീവി സങ്കേതമാണ് ഇത്, പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. നമ്മുടെ ആദ്യത്തെ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് പെരിയാർ, അതും നമുക്കറിയാം. ലാസ്റ്റ് വൺ ആണ് ഇത്, ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി. ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി കണ്ണൂർ ജില്ലയിലാണ് എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ആറളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, കണ്ണൂരിലാണ് എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർത്ത് വെച്ചിരിക്കണം. അപ്പം ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ലയിലാണ്. 2025 ഡിസംബർ പ്രകാരം ഇതിനെ വന്യജീവി സങ്കേതം എന്നിനി പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇയാളുടെ പേര് ബട്ടർഫ്ലൈ സാങ്ച്വറി എന്നാണ് കേട്ടോ. ഇതിൽ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ്. ആറളം ഇനി മുതൽ വന്യജീവി സങ്കേതമല്ല, എന്താണ്, ബട്ടർഫ്ലൈ സാങ്ച്വറി എന്ന പേരിലാണ് എന്ത് ചെയ്യുന്നത്, ഒഫീഷ്യലി അറിയപ്പെടുന്നത്. ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പം ആറളം പുതിയതായിട്ടുള്ള പേരെന്താണ്, അപ്പൊ ബട്ടർഫ്ലൈ സാങ്ച്വറി ആയിട്ടുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണത്, ആറളമാണ്. ആറളം ജില്ല ഏതാണ്, കണ്ണൂരാണ് കേട്ടോ, കണ്ണൂർ.
കറണ്ട് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഇവിടെ ബന്ധമില്ലാത്തതാണ് ചോദിച്ചത്. നോക്കാം. ഈ നദി പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. 2, ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. നാലാമത്തത് ഇടമലയാർ അണക്കെട്ട് ഈ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നിങ്ങനെ 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്ന നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാറുമായി ബന്ധപ്പെട്ടാണ്. 244 കിലോമീറ്റർ ദൈർഘ്യമുള്ള പെരിയാർ നദി പശ്ചിമഘട്ട മലനിരയിലെ ശിവഗിരി മലയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഉത്ഭവിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു. ശരിയായ പ്രസ്താവനയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോൾ തന്നെ അറിയാം ഇത് തെറ്റാണ്. ഇത് നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കിഴക്കോട്ടൊഴുകുന്ന നദികൾ അല്ലെങ്കിൽ പൂർവ്വ നദികളാണ് എന്ത് ചെയ്യുന്നത്? വിശാലമായ ഡെൽറ്റ പ്രദേശം സൃഷ്ടിക്കുന്നത്. പശ്ചിമതീര നദികൾ അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളൊന്നും എന്ത് ചെയ്യുന്നില്ല? വിശാലമായ ഡെൽറ്റ തീരങ്ങളൊന്നും തന്നെ സൃഷ്ടിക്കുന്നില്ല. നമ്മുടെ പെരിയാർ നദി നമുക്കറിയാം എന്താണ്? പശ്ചിമഘട്ട മലനിരകളിലെ ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ടൊഴുകി എന്ത് ചെയ്യുകയാണ്? കടലിൽ പതിക്കുകയാണ്. ഓർത്ത് വെച്ചിരിക്കണം. അപ്പം നമ്മുടെ എന്താണ്? പെരിയാർ നദി ഈ വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നില്ല. ഇത് തെറ്റാണ്. ദെൻ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. ശരി. ഇടമലയാർ അണക്കെട്ട് ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ്? ഇടമലയാർ അണക്കെട്ട്, മുതിരമ്പുഴ അണക്കെട്ട്, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പെരിയാർ നദിയുമായി കണക്ട് ചെയ്തു പോകുന്ന അണക്കെട്ടുകളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അത് ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ബി കേട്ടോ. ഈ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? തെറ്റായിട്ടുള്ളതെന്ന് ഓർത്ത് വെച്ചിരിക്കണം. അപ്പം നമ്മളൊരു 30 ക്വസ്റ്റ്യൻ പ്ലസ് 2 ലെവലിൽ ഒരു 30 ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ മനസ്സിലാക്കി അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യുക? മുന്നോട്ട് പഠിക്കുക. എനിവേ, താങ്ക് യു.